കുടിയേറ്റം 1800കളുടെ അവസാന കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ നിന്നും മലബാറിൻ്റെ മലമടക്കുകളിലേക്ക് കൂട്ടമായോ അല്ലാതെയോ ആളുകൾ പോകുവാനും കുടിയേറി താമസിക്കുവാനും തുടങ്ങി. ജനസംഖ്യ വർധനവും പട്ടിണിയും സ്ഥലത്തിൻ്റെ പരിമിതക്കുറവും പിന്നെ കൃഷി വ്യാപനത്തിനും വേണ്ടിയെല്ലാമാണ് അവിടെ നിന്നും ആളുകൾ മലബാറിൻ്റെ മലമടക്കുകളിലേക്ക് അവർ കുടിയേറി പാർത്തതെന്ന് വിശ്വസിക്കുന്നു. തിരുവിതാംകൂറിൽ നാമം മാത്രമായി അവശേഷിച്ച അവരുടെ വസ്തുക്കളും മറ്റും വിറ്റാണ് അവർ അവരുടെ യാത്രകൾ തുടങ്ങിയത്. പട്ടിണിയിൽ നിന്നും കരകയറുവാനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പൊക്കുവാനും സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടാണ് അവർ അവിടേക്ക് യാത്ര ചെയ്തത്. കാടിനോടും മൃഗങ്ങളോടും അവർ അഹോരാത്രം മല്ലിട്ടു, കീഴ്പ്പെടുത്തി. വയനാടിൻ്റെ പല ഉൾഭാഗങ്ങളിലും അവർ പൊന്നു വിളയിച്ചു. കടുവകളും പുലികളും ആനകളും അവരിൽ പലവരെയും കൊണ്ടുപോയി. എങ്കിലും ജീവിതത്തോട് മല്ലിട്ട് അവർ അവിടെ പിടിച്ചു നിന്നു. അവരുടേതായ സാമ്രാജ്യം അവിടെ അവർ കെട്ടിപ്പൊക്കി. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു കുടിയേറ്റത്തിന്റെ കഥയാണ്. അവർ നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളുടെ കഥയാണ്. PM വർക്കിയുടെ മറ്റൊരു വേട്ടക്കഥ. എന്നാൽ ഇവിടുത്തെ താരം PM വർക്കിയല്ല, അദ്ദേഹത്തിന്റെ പിതാവായ PM തുമ്മിയാണ്. അവർക്കൊപ്പം നമുക്കും യാത്ര ചെയ്യാം മലമടക്കുകളിലേക്ക്. വെട്ടിപ്പിടിക്കാം കാടും മലയുമെല്ലാം. ചന്തയിൽ നിന്നും തുമ്മി വളരെ വേഗം തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. ത്രേസ്യയോട് കാര്യം അവതരിപ്പിച്ചു. വഴിക്ക് വെച്ച് ഞാൻ തെക്കേപ്പാടത്തെ ഔസേപ്പിനെ കണ്ടായിരുന്നു. അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൻ ഈ തുണ്ട് ഭൂമിയും ഈ വീടും വാങ്ങാമെന്നും നല്ല വില തരാമെന്നും പറഞ്ഞു. ഞാൻ കച്ചവടം ഉറപ്പിച്ചു. എത്രയും പെട്ടെന്ന് ഈ വീടും വസ്തുവും വിറ്റ് നമുക്കും പിള്ളേർക്കും മറ്റെവിടേക്കെങ്കിലും മാറണം. മലബാറിലേക്ക് പോകാം. അവിടേക്കാണല്ലോ ഇപ്പോൾ ആളുകൾ പോകുന്നത്. അവിടെ എവിടെയെങ്കിലും ഒരു ഉൾനാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ച് കൃഷിയും മറ്റുമായി സുഖമായി ജീവിക്കണം. ഈ കൊടിയ ദാരിദ്ര്യത്തിൽ നിന്നും നമുക്ക് മുക്തി വേണ്ടേ? വർക്കിക്കിപ്പോൾ വയസ്സ് 14. അവനും എന്നെ ഇപ്പോൾ സഹായിക്കുവാൻ സാധിക്കും. നമുക്ക് എല്ലാം ഒന്നേന്ന് തുടങ്ങാം. ത്രേസ്യ ഒന്നും പറഞ്ഞില്ല. തൊമ്മിയെ ഒന്ന് നോക്കുക മാത്രമാണ് ചെയ്തത്. 2-3 ദിവസങ്ങൾ കൊണ്ട് തന്നെ അവരുടെ വീടും വസ്തുവുമെല്ലാം വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് അവർ മലബാറിലേക്ക് യാത്രയായി. അവർ എത്തിച്ചേർന്നത് വയനാടിൻ്റെ മലമടക്കുകളിലേക്കാണ്, ഉൾഗ്രാമങ്ങളിലേക്കാണ്. അവിടെ ഇപ്പോൾ കുടിയേറ്റം തുടങ്ങിയതേയുള്ളൂ. അവിടെ ഒരു ചെറിയ ഗ്രാമമുണ്ട്. വലിയ വനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൊച്ചു ഗ്രാമം. അവിടേക്ക് പോകണമെങ്കിൽ അല്പം പ്രയാസമാണ്. കാടും മലയും പുഴയും താണ്ടിയുള്ള ആ യാത്ര അതികഠിനം തന്നെയായിരുന്നു. ഇതിനോടകം തന്നെ കുറച്ചാളുകൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. അവർ അവരുടെ കുടിലുകൾ വയ്ക്കുവാനും കാടുകളും മരങ്ങളും എല്ലാം വെട്ടി സ്ഥലം കയ്യേറുന്ന ധൃതിയിലായിരുന്നു. കൃഷിയിടങ്ങൾ ഉണ്ടാക്കണം, വീടുണ്ടാക്കണം, സ്ഥലങ്ങൾ വെട്ടിയൊരുക്കണം, ഇഴജന്തികളെ ഓടിക്കണം. ഒരുപാട് പണിയാണ് ഉള്ളത്. ഇതിനോടകം അവിടേക്കെത്തിയ നിരവധി ആളുകളെ പാമ്പ് കടിച്ചിട്ടുണ്ട്. വൈദ്യന്റെ സഹായത്തോടെ ആർക്കും ജീവഹാനി ഉണ്ടായിട്ടില്ല. നല്ല തിരക്കുള്ള ഒരു ദിവസമാണ് അവർ ആ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നത്. അവിടുത്തെ ആളുകൾ നല്ല തിരക്കിലാണ്. വീടുകൾ കെട്ടുന്നതിൻ്റെയും കുറ്റിക്കാടുകളും മറ്റും വെട്ടി വൃത്തിയാക്കുന്നതിൻ്റെയും എല്ലാം. തൊമ്മിയുടെ ഒരു പഴയ സുഹൃത്തായ ഔദയ്ക്ക് ഇവിടെ വീടുണ്ട്. ഔദയുടെ വീട്ടിലേക്കാണ് തൊമ്മി ആദ്യം എത്തിയത്. തൻ്റെ വീട് ശരിയാകുന്നത് വരെയും തന്നെയും കുടുംബത്തെയും ഒന്ന് സഹായിക്കണമെന്നും കടക്കാൻ ഒരിടം തരണമെന്നുമാണ് അവർ പറഞ്ഞത്. അയാൾ സമ്മതിച്ചു. തൻ്റെ വീട്ടിലൊരിടം തൊമ്മിക്കും അയാൾ നൽകി. മാസങ്ങൾക്ക് ശേഷം തൊമ്മി ആ ഗ്രാമത്തിൽ ഒരു ചെറിയ വീട് വയ്ക്കുകയും അവിടേക്ക് തൻ്റെ കുട്ടികളെയും കുടുംബത്തെയും കൊണ്ടുപോകുകയും മാറി താമസിക്കുകയും ചെയ്തു. കുറച്ച് സ്ഥലമല്ലാതെയും തൊമ്മി വാങ്ങിച്ചു. അവിടെ ചെറിയ രീതിയിൽ കൃഷിയും മറ്റും ചെയ്തു. ഔദ പലപ്പോഴും പറയാറുണ്ട്, പൊന്നു വിളയുന്ന മണ്ണാണ് ഇവിടുത്തെ മണ്ണ്, എല്ലാം നമുക്ക് നൽകുമെന്ന്. ഔദയ്ക്ക് ഇവിടെ വലിയ നെൽപ്പാടങ്ങളും മറ്റുമെല്ലാം ഉണ്ട്. അതിലെ ഒരു ചെറിയൊരു ഭാഗം തൊമ്മിയും വാങ്ങിച്ചു. തൻ്റെ വിള ഇറക്കുകയും ചെയ്തു. ഇവിടുത്തെ ആളുകൾ ആ ഗ്രാമം കെട്ടിപ്പൊക്കിയത് മരങ്ങളും കുറ്റിക്കാടുകളും വെട്ടിനിരത്തി കാട് ചെത്തിമിനുക്കി നിലമൊരുക്കിയാണ്. പുറത്തുനിന്നും ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ഒരു ചെറിയ പാതയുണ്ട്. എന്നാൽ ഈ പാത പല സ്ഥലങ്ങളിലും വനത്തിനുള്ളിലൂടെയാണ് കടന്നു പോകുന്നത്. ദുർഘടകരമായ യാത്രയാണ് അത് സമ്മാനിക്കുന്നത്. എങ്കിലും ഇതല്ലാതെ മറ്റൊരു വഴിയും ആ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുവാൻ ഉണ്ടായിരുന്നില്ല. ആഴ്ചയിൽ 1-2 തവണ പുറത്തുനിന്നും ഒരു കാളവണ്ടിയിൽ ഇവർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ട് ഒരു കച്ചവടക്കാരൻ വരും. അതുമാത്രമാണ് മറ്റ് ഗ്രാമങ്ങളെ ഈ ഗ്രാമവുമായി തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. പച്ചക്കറിയും മറ്റ് സാധനങ്ങളും എല്ലാം ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ കയ്യിൽ. പണമുണ്ടെങ്കിൽ എന്തും വാങ്ങിക്കുവാൻ സാധിക്കും.
സുഖമായി ആ ഗ്രാമത്തിൽ ജീവിക്കുവാൻ സാധിക്കും. തങ്ങളുടെ വസ്തുക്കളും മറ്റും പച്ചക്കറിയും അരിയും എല്ലാം ഉണ്ടെങ്കിൽ ആ കച്ചവടക്കാരൻ തന്നെ കൊടുക്കുവാനും വിറ്റഴിക്കുവാനും സാധിക്കും. ഇങ്ങനെയായിരുന്നു അവിടുത്തെ ആളുകൾ ഏറെയും തുടക്കം കുറിച്ചത്. അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടുകൊണ്ടിരുന്നത് വനമിറങ്ങി വരുന്ന വന്യജീവികളെ തന്നെയാണ്. ആനയും കടുവയും പുലിയും എല്ലാം അവരുടെ സ്വൈര്യ ജീവിതത്തിന് പല തവണയും തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. പാമ്പുകളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. നിരവധി ആളുകളാണ് പാമ്പ് കടിയേറ്റത്. കുറച്ചുപേരുടെ ജീവൻ നഷ്ടമാകുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ മരണത്തോട് മല്ലിട്ടാണ് അവിടുത്തെ ഓരോരുത്തരും മുന്നിലേക്ക് തങ്ങളുടെ ജീവിതം കെട്ടി ഉയർത്തിയത്. പതിയെ പതിയെ ആ കുടുംബം അവിടെ വളർന്ന് വേരോടി. ഇപ്പോൾ നല്ല നിലയിലാണ് അവർ ജീവിക്കുന്നത്. കൃഷിയിടങ്ങളും സ്വത്തുമെല്ലാമായി. വർഷങ്ങൾക്കിപ്പുറം ഗ്രാമം ഇപ്പോൾ മെച്ചപ്പെട്ട നിലയിലാണ്. വർക്കിക്കിപ്പോൾ പ്രായം 18. അതായത് അവരിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഏകദേശം 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ ആ പാതയുണ്ടല്ലോ, അതിൻ്റെ സ്ഥിതിഗതികളെല്ലാം മാറി. ഗ്രാമത്തിൻ്റെ ആളുകൾ ഒന്നിച്ചു ചേർന്ന് ആ പാത ഇപ്പോൾ വലുതാക്കി നല്ലപോലെ നന്നാക്കിയെടുത്തു. ആഴ്ചയിൽ 2 വട്ടം വന്നുകൊണ്ടിരുന്ന കാളവണ്ടികൾ ഇപ്പോൾ ദിവസേന അവിടേക്ക് വരാറുണ്ട്. നല്ല കച്ചവടവും നടക്കാറുണ്ട്. ഗ്രാമത്തിൽ തന്നെ ഒരു ചെറിയ ചന്തയെല്ലാം ആയി കഴിഞ്ഞിരുന്നു. ഒരുപാട് പേരാണ് ഇവിടേക്ക് കുടിയേറി പാർത്തത്. വനത്തോട് ചേർന്ന് നിരവധി കൃഷിയിടങ്ങൾ കണ്ണെത്താ ദൂരം വരെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. നെൽകൃഷി മാത്രമല്ല, മറ്റു വിളകളും അവിടെ കൃഷി ചെയ്യാറുണ്ട്. പല സമയങ്ങളിലും അവരെ വെല്ലുവിളിച്ചുകൊണ്ട് വനത്തിൽ നിന്നും പല അതിഥികളും അവരുടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി വരാറുണ്ട്. ആന ഇറങ്ങി വന്നാൽ കൃഷിയാകെ നാശമാക്കും. 5 വർഷത്തിനിടയിൽ 3-4 തവണ വനമിറങ്ങി വന്ന കടുവയും പുലിയും 6-7 പേർക്ക് സാമാന്യം ആഴമുള്ള മുറിവുകൾ സമ്മാനിക്കുകയും ഒരാളുടെ ജീവൻ എടുത്തുകൊണ്ട് പോകുകയും ചെയ്തു. വനമിറങ്ങി വന്ന കാട്ടാനയുടെ കുത്തേറ്റ് മരിച്ചവരുടെ എണ്ണം ഇതിനോടകം 4 കവിഞ്ഞു. ഇതുവരെയും അവിടുത്തെ ആളുകൾക്ക് തോക്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകത വന്നില്ല. വനമിറങ്ങി വരുന്ന വന്യജീവികളുടെ ശല്യം തീർക്കുവാൻ വേണ്ടി അവിടുത്തെ ആളുകൾ അന്നത്തെ ജില്ലാ കളക്ടറെ പോയി കണ്ടിരുന്നു. രാമൻ നായരായിരുന്നു അന്നത്തെ അവിടുത്തെ ജില്ലാ കളക്ടർ. അദ്ദേഹത്തോട് കാര്യം ബോധിപ്പിച്ചുവെങ്കിലും ഒന്നും തന്നെ നടന്നില്ല. കാലത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിൽ 2-3 മാസങ്ങൾക്ക് ശേഷം സാധാരണഗതിയിലേക്ക് ആ ഗ്രാമം വരികയാണ് ചെയ്തത്. ഇപ്പോൾ ആ ഗ്രാമത്തിന് ഒരു മേധാവിയൊക്കെ ഉണ്ട്. ഔദയാണ് അവിടുത്തെ ഗ്രാമത്തലവൻ. നമ്മൾ ഈ പൗരപ്രമുഖൻ എന്നൊക്കെ പറയില്ലേ, നാട്ടുകൂട്ടം പോലെ ആഴ്ചയിൽ ഒരിക്കൽ അവിടുത്തെ ആളുകൾ സംഘടിക്കാറുണ്ട്. അതിൻ്റെ നേതാവ് ഔദ തന്നെയാണ്. ഓരോ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ എന്ന നിലയിൽ തൊമ്മിയും അയാൾക്കൊപ്പം കാണും. എല്ലാ കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്നതും അന്നത്തെ ആ ദിവസം അവിടെ വെച്ചാണ്. ഭരണകൂടവും ആളുകളും ഒന്നിനും സഹായിക്കില്ല എന്നും എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്തണമെന്നും ഔദ എപ്പോഴും തൻ്റെ ജനങ്ങളോട് പറയുമായിരുന്നു. ഒരിക്കൽ ഔദയും സുഹൃത്തുക്കളും തിരുവിതാംകൂറിലേക്ക് പോകുകയും അവിടുത്തെ ഒരു കൊല്ലനെ കൊണ്ട് 2-3 തോക്ക് പണി കഴിപ്പിക്കുകയും ചെയ്തു. ആ തോക്കിൽ 1 കൈവശം വെച്ചിരുന്നത് തൊമ്മിയാണ്. മറ്റ് 2 എണ്ണവും ഔദയുടെ പക്കൽ തന്നെയായിരുന്നു. തങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിന്റെ സുരക്ഷ എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നാട്ടുകൂട്ടം ഈ തീരുമാനത്തിൽ എത്തിച്ചേരുകയും അവർ തിരുവിതാംകൂറിലേക്ക് പോകുകയും നാടൻ തോക്ക് പണി കഴിപ്പിച്ച് കൊണ്ടുവരികയും ചെയ്തത്. ഇത് പണി കഴിപ്പിക്കുവാൻ പോകുന്ന സമയത്ത് അവർക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമായിരുന്നു, ഇനിയും ഇങ്ങനെ മുന്നിലേക്ക് പോയാൽ തങ്ങളുടെ ഗ്രാമം നാമം മാത്രമായി അവശേഷിക്കുമെന്ന്. വനമിറങ്ങി വരുന്ന കാട്ടാനകളും പുലികളും കടുവകളുമെല്ലാം തങ്ങളുടെ ഗ്രാമത്തിൽ ഇനിയും അശാന്തികൾ സൃഷ്ടിക്കുകയും നിരവധി ആളുകളെ കൊന്നു തള്ളുകയും ചെയ്യുമെന്ന്. അങ്ങനെ സംഭവിച്ചാൽ ആരും തന്നെ തങ്ങളെ സഹായിക്കാനില്ല എന്നും ഈ ഗ്രാമം തന്നെ ഇല്ലാതായി പോകുമെന്നും അവർ ഭയപ്പെട്ടിരുന്നു. ഇനിയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ മുൻകരുതൽ എന്ന നിലയിലാണ് ആ സമയം ആ തോക്ക് അവർ പണിയെടുപ്പിച്ചത്. ഇതിനെല്ലാം പുറമെ അവർ ഏറ്റവും കൂടുതൽ തലവേദന എടുത്തിരുന്നത് കാട്ടുപന്നികളുടെ ശല്യമാണ്. ഇതിനോടകം ആ കാട്ടുപന്നികളുടെ ശല്യത്തിനും ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റുമെന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെ തൻ്റെ ഗ്രാമത്തെയും കൃഷിയിടത്തെയും സംരക്ഷിക്കുവാൻ വേണ്ടി തൊമ്മിയും കളത്തിലേക്കിറങ്ങി. പല രാത്രികളിലും തങ്ങളുടെ കൃഷിയിടത്തിന് അയാൾ കാവൽ നിന്നു. ഔദയും തൊമ്മിയും തൻ്റെ മകനും ചേർന്ന് വനത്തിലേക്ക് പോകുകയും നിരവധി കാട്ടുപന്നികളെ വെടിവെച്ച് ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അവിടുത്തെ ആളുകൾ പറയുന്നത് പ്രകാരം കപ്പ വിളവെടുക്കാൻ നിൽക്കുന്ന നേരമാണത്രേ കാട്ടുപന്നികളുടെ ശല്യം ഒരുപാട് ഉണ്ടാകുന്നത്. ഈ സമയങ്ങളിലാണ് ഒരുപാട് കാട്ടുപന്നികളെ അവർ കൊല്ലുകയും ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയും ഓരോ കുടുംബത്തിലും നൽകുകയും ചെയ്തുകൊണ്ടിരുന്നത്.
അതുകൊണ്ട് മാംസത്തിന് യാതൊരു കുറവും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ആളുകളുടെ പൂർണ്ണ പിന്തുണയും അവർക്കുണ്ടായിരുന്നു. ഒരിക്കൽ കാടിറങ്ങി എത്തിയ കാട്ടുപന്നി കൃഷിയിടം ഉഴുതുമറിച്ചു, നാശമാക്കി. അന്ന് പകൽ തന്നെ തൊമ്മിയും സംഘവും കാട് കയറുകയും അവരുടെ ഗ്രാമത്തിന് ചുറ്റും കറങ്ങി നടക്കുകയും കണ്ണിൽ കണ്ട കാട്ടുപന്നികളെയെല്ലാം വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. വീണ്ടും ഒരു വിളവെടുപ്പ് കാലമായി. അവരുടെ കൃഷിയിടത്തിന് കാവൽ നിന്നിരുന്ന ഒരു കർഷകൻ മരിച്ചു എന്ന വാർത്ത അറിയിച്ചുകൊണ്ടാണ് അന്നത്തെ പകൽ പുലർന്നത്. നേരം പുലർന്നിട്ടും അയാൾ വരുവാൻ സമയമേറെ വൈകിയിട്ടും അദ്ദേഹത്തെ കാണാത്തത് കൊണ്ടാണ് അയാളുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ അയാളെ തിരക്കി കൃഷിയിടത്തിലേക്ക് പോയത്. അദ്ദേഹം കടന്നിരുന്നത് കൃഷിയിടത്തിന് നടുവിലായി ഉയർന്ന 4 മരക്കാലിലായി നെൽപ്പാടത്തിന് മുകളിലായി പൊങ്ങി നിന്നിരുന്ന ഒരു ചെറിയ ഏറുമാടത്തിലായിരുന്നു. അവിടേക്കാണ് അയാളെ അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ മകൻ എത്തുന്നത്. എന്നാൽ ഏറുമാടത്തിന് സമീപം അവന് കാണുവാൻ സാധിച്ചത് തന്റെ പിതാവിന്റെ ചവിട്ടി അരയ്ക്കപ്പെട്ട ശരീരമായിരുന്നു. മരത്തിന്റെ കാടുകളിലും മറ്റും രക്തം ചിതറിത്തെറിച്ചിരിക്കുന്നു. ആ കാഴ്ച കണ്ടു നിൽക്കുവാൻ അവന് സാധിച്ചില്ല. അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. കാര്യം തന്റെ വീട്ടുകാരെ അറിയിച്ചു. വീട്ടുകാരുടെ നിലവിളിയും കരച്ചിലും കേട്ടാണ് അടുത്തുള്ളവർ അവിടേക്ക് എത്തിയത്. ഒരു കാട്ടുതീ പോലെ അത് ഗ്രാമമാകെ അലയടിച്ചു. സംഭവ സ്ഥലത്തേക്ക് ഗ്രാമമുഖ്യനെത്തി. പൗരപ്രമുഖൻ ഔദ, തന്റെ സുഹൃത്ത് തുമ്മി, അദ്ദേഹത്തിന്റെ മകൻ വർക്കി, പിന്നെ മറ്റാളുകളും. സംഭവ സ്ഥലമാകെ പരതി. പ്രതി ഒരു കാട്ടാനയാണെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് കൂടുതൽ അന്വേഷണം നടത്തുന്നതിന്റെ ആവശ്യകത വന്നില്ല. ചവിട്ടി അരയ്ക്കപ്പെട്ട പാടവും അവന്റെ കാൽപ്പാടുകളും വളരെ വ്യക്തമായി അവിടെ കാണാൻ സാധിച്ചു. ശരീരം ചിതറിപ്പോയിരുന്നു. രക്തം ചെളിയിലേക്കും മണ്ണിലേക്കും കലർന്നിരുന്നു. ക്രൂരമായ ഒരു മരണം തന്നെയായിരുന്നു അവന് സമ്മാനിച്ചത്. എന്താണ് സംഭവം? എങ്ങനെയാണ് ആ കാട്ടാന ഇയാൾക്കരികിലേക്ക് എത്തിയത്, ആക്രമിച്ചത്? ഒന്നും ആർക്കും അറിയില്ല. ഒരു കാര്യം മാത്രം മനസ്സിലായി. മലയിറങ്ങി വീണ്ടും വർഷങ്ങൾക്കിപ്പുറം മരണം അവരെ തേടിയെത്തിയിരിക്കുന്നു. സാധാരണഗതിയിൽ ആഴ്ചകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ ആന തിരികെ വനം കയറി പോകുകയാണ് പതിവ്. എന്നാൽ 2-3 ആഴ്ചയായിട്ടും ആനയുടെ ശല്യം ആ ഗ്രാമത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിലെ അവന്റെ അലർച്ചയും കൃഷിയിടത്തിലെ നാശനഷ്ടവും കൂടി വന്നു. ഇനിയും ഏതു നിമിഷവും അവൻ ഊരിലേക്ക് വരുമെന്നും ഇവിടുത്തെ ആളുകളെയും ആക്രമിക്കുമെന്നും പലരും പറയുവാൻ തുടങ്ങി. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അധികാരികളുടെ സഹായം തേടിയിട്ടുണ്ട്. എന്നാൽ അവർ ഒന്നിനും പ്രതികരിക്കുന്നില്ല. തഴഞ്ഞ മട്ടാണ്. നാട്ടുകൂട്ടത്തിൽ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഔദ ഒരു തീരുമാനത്തിലെത്തി. അവനെ കൊല്ലണം. ആരെങ്കിലും ഒരാൾ, ഞാനോ അല്ലെങ്കിൽ തൊമ്മിയോ, രാത്രിയിൽ ഏറുമാടത്തിന് കാവൽ നിൽക്കാം. മലയിറങ്ങി കാടിറങ്ങി ആ കൊമ്പൻ വരട്ടെ, കാട്ടിക്കൊടുക്കാം നമ്മൾ ആരാണെന്ന്. ഇനിയും ഇത് വെച്ചു പൊറിപ്പിക്കുവാനാവില്ല. ഇനിയും ഇത് മുന്നിലേക്ക് പോയാൽ നമുക്ക് തന്നെയാണ് നാശമുണ്ടാകാൻ പോകുന്നത്. അതിനു മുന്നേ കളക്ടറുടെ ഭാഗത്തു നിന്നും നമുക്ക് ഒരു നോട്ടീസ് വേണം. ഇവനെ വെടിവെച്ച് കൊല്ലുവാനുള്ള ഉത്തരവ് അത് കരസ്ഥമാക്കണം. ഞാൻ ഇന്ന് തന്നെ പോകുകയാണ്. അധികാരികളുമായി സംസാരിച്ചതിന് ശേഷം ഇവനെ കൊല്ലുവാനുള്ള ഉത്തരവ് നേടിയെടുത്തുകൊണ്ട് വരാം. ഇത് പറഞ്ഞിട്ട് തൊമ്മിയും തൊമ്മിയുടെ സുഹൃത്തും അധികാരികളെ കാണുവാൻ വേണ്ടി പോയി. ആഴ്ചകൾക്ക് ശേഷമാണ് അവർ തിരികെ ഗ്രാമത്തിലേക്ക് എത്തിയത്. ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ കൈവശം ആനയെ കൊല്ലുവാനുള്ള ഉത്തരവുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഒരാളെ കൊന്നതിന്റെ പേരിലാണോ ഈ ഉത്തരവ് കിട്ടിയതെന്ന്. അല്ല, ഒരു കാര്യം ഞാൻ പറയുവാൻ മറന്നുപോയി. അതിനു മുന്നേ ഒരു കൊലപാതകം കൂടി നടന്നിരുന്നു. കൃഷിയിടത്തിലെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമായപ്പോഴേക്കും മടങ്ങി ഊരിലേക്ക് വന്നിരുന്ന കർഷകനിൽ ഒരാളെയാണ് ആന കൊന്നത്. ആളുകൾക്ക് മുന്നിൽ വെച്ച് ചിഹ്നം വിളിച്ചുകൊണ്ട് അലറി വന്ന അവനെ എതിർത്ത് നിൽക്കുവാനോ ഓടി മാറുവാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ചെളിയിൽ അദ്ദേഹത്തിന്റെ കാലുകൾ പൂണ്ടിപ്പോയിരിക്കാം. അദ്ദേഹത്തെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി നിലത്തേക്ക് അടിക്കുന്നതും ചെളിയും വെള്ളവും ചോരയും പൂക്കല കല്ലടിക്കുമ്പോൾ ചിതറുന്ന പോലെ ചിതറുന്നത് അവിടുത്തെ ആളുകൾ കണ്ടു. അദ്ദേഹത്തെ രക്ഷിക്കുവാൻ അവർ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. അവർക്ക് നേരെയും ആന അലറി വിളിച്ചുകൊണ്ട് വന്നു. അവർ 4 പാടും ചിതറിയോടി. ആന തിരികെ വനത്തിലേക്ക് പോകുകയും ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുവാൻ സാധിക്കാത്ത ഗതി വരുമെന്ന് അവർ നല്ലപോലെ ഭയന്നിരുന്നു. 2-3 ദിവസം കൃഷിയിടത്തിലേക്ക് ആളുകൾ പോകാതെയുമായി. ഇങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും അവരുടെ കൃഷിയിടം നശിച്ചു പോകും, നഷ്ടമാകും. അത് തടയുവാൻ വേണ്ടിയാണ് അന്ന് അവിടെ നാട്ടുകൂട്ടം നടത്തുകയും ഈ തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തത്. ഇന്ന് ആനയെ കൊല്ലുവാനുള്ള ഉത്തരവുമായി അവർ ഗ്രാമത്തിലേക്ക് എത്തി. അവരതിനെ കൊല്ലുവാനുള്ള ഉത്തരവെല്ലാം നേടിയെടുത്ത് അവിടേക്ക് എത്തിയപ്പോൾ അവർക്ക് അറിയുവാൻ സാധിച്ചത് ഇതായിരുന്നു. ഒരാഴ്ചയായി ആനയുടെ യാതൊരു ശല്യവും ഗ്രാമത്തിലോ
കൃഷിയിടത്തിലോ ഉണ്ടായിട്ടില്ല എന്നും അവന്റെ സാന്നിധ്യമൊന്നും ഇതുവരെയും അറിയുവാൻ സാധിച്ചില്ല എന്ന വാർത്തയായിരുന്നു. പഴയതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ആന തന്റെ ശല്യം തീർത്ത് തിരികെ വനം കയറിയിരിക്കുന്നു. ഇനിയും അവൻ ഇവിടേക്ക് വരില്ല എന്ന വിശ്വാസത്തിലായിരുന്നു അവിടുത്തെ ആളുകൾ. എന്നാൽ കാവലെല്ലാം അവസാനിപ്പിച്ച് സാധാരണ കർഷകർ തന്റെ ഗ്രാമത്തിലെ ആ വലിയ നെൽപ്പാടങ്ങൾക്ക് കാവലിരിക്കുവാൻ തുടങ്ങിയ സമയം അവരുടെ ലക്ഷ്യം കാട്ടുപന്നിയെയും മറ്റും ഓടിക്കുക എന്നതാണ്. വനമിറങ്ങി വരുന്ന സാധാരണ ആനകളെയും തീപ്പന്തത്തിന്റെ വെളിച്ചത്തിൽ ആനകൾ ഭയന്ന് ഓടുകയാണ് പതിവ്. എന്നാൽ ഇവൻ മാത്രമാണ് ഭയപ്പെടാതെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്തിയത്. അങ്ങനെ രണ്ടാമത്തെ ദിവസം കാവൽ നിന്നവർ കണ്ടു വനമിറങ്ങി ഏതോ ഒരു രൂപം തങ്ങളുടെ വയലിലേക്ക് ഇറങ്ങുന്നത്. തീപ്പന്തം കത്തിച്ച് വീശുകയും ഉച്ചത്തിൽ ബഹളം വെച്ച് അവനെ ഭയപ്പെടുത്തുവാനും അവർ നോക്കിയിരുന്നു. എന്നാൽ തീപ്പന്തം കത്തിച്ചു വെച്ചിരിക്കുന്നതിന് നേരെ അവൻ ഓടിയെടുക്കുന്ന കാഴ്ചയാണ് അവർക്ക് കാണുവാൻ സാധിച്ചത്. അപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. ഇവൻ ആ കരിനിഴലാണ്, ഉറപ്പായും അവൻ നമ്മളെ ആക്രമിക്കുമെന്ന്. പെട്ടെന്ന് തന്നെ അവർ ആ തീപ്പന്തം നിലത്തേക്കിടുകയും ഏറുമാടത്തിൽ നിന്നും വിളഞ്ഞു കിടക്കുന്ന ആ വയലിലേക്ക് ചാടുകയും വയലുകൾക്കിടയിൽ മറഞ്ഞിരിക്കുകയും ചെയ്തു. പിന്നെ ശബ്ദമുണ്ടാക്കാതെ അതിനിടയിലൂടെ പതിയെ ഇഴഞ്ഞു നീങ്ങി സുരക്ഷിതമാകുന്ന സ്ഥാനത്ത് ഒളിച്ചിരുന്നു. നേരം പുലരും വരെ ആന അവിടെ ഇവിടെയെല്ലാം ചിഹ്നം വിളിച്ച് നടന്നതിന് ശേഷം തിരികെ വനം കയറി. നേരം പുലർന്നപ്പോൾ അവർ എഴുന്നേറ്റ് ഗ്രാമത്തിലേക്ക് ഓടുകയും അവർ ഊരിൽ വന്ന് വിവരം അറിയിച്ചപ്പോൾ തന്നെ അവതയും തൊമ്മിയും അവരുടെ തോക്കുമായി ഗ്രാമത്തിന്റെ പുറത്തുള്ള പ്രദേശം ഒന്ന് വീക്ഷിക്കുവാൻ തന്നെ തീരുമാനിച്ചു. ആനയെ കണ്ടു എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോകുകയും അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. അവൻ ചവിട്ടി മെതിച്ചിട്ട പാടം അവർ കണ്ടു. പിഴുതെറിഞ്ഞും ചവിട്ടി നിരത്തിയും ആകെ നാശമാക്കിയിരുന്നു. ഇങ്ങനെ പോയാൽ വിളവെടുക്കുവാൻ നേരം ഒന്നും തന്നെ ബാക്കി ഉണ്ടാകില്ല എന്ന് അവർ ഇരുവരും പറഞ്ഞു. ആന പോയ വഴിയെ അവർ നടന്നു. അത് പോയിരിക്കുന്നത് വനം കയറി മലയുടെ മുകളിലേക്കാണ്, മലമടക്കുകളിലേക്കാണ്. പാത പിന്തുടർന്ന് അവർ വനത്തിനുള്ളിലേക്ക് കയറി. നീളൻ ബൂട്ടുകളാണ് അവർ ഇരുവരും ധരിച്ചിരുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ, ഇഴജന്തുക്കൾ ധാരാളമുള്ള സ്ഥലമാണ്. നാഗദംശനം മറ്റും ഏൽക്കാതിരിക്കുവാൻ വേണ്ടിയാണ് അവർ നീളൻ ബൂട്ടുകൾ ധരിച്ചിരിക്കുന്നത്. പതിയെ അവർ മുന്നിലേക്ക് നടന്നു. ഉണങ്ങിയ ഇലകളും ചുള്ളിക്കമ്പുകളും വല്ലാതെ ഒച്ചയുണ്ടാക്കി. അടിക്കാടുകൾ നിറഞ്ഞ വനമാണ്. മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്നു. വള്ളിപ്പടർപ്പുകളും കൈവശമുണ്ടായിരുന്ന നീളമുള്ള അരിവാള് കൊണ്ട് അവർ അതെല്ലാം വെട്ടി നീക്കി മുന്നിലേക്ക് നടന്നു. മുള്ളുള്ള ചെടികൾ അവരുടെ വസ്ത്രങ്ങളിൽ ഉടക്കി പിറകിലേക്ക് വലിച്ചു. അതെല്ലാം അവർ സസൂക്ഷ്മം വെട്ടിയിറക്കി. അവരുടെ പാത മുന്നിലേക്ക് മാർഗം കാട്ടി. ആനയുടെ ആ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് അവർ മുന്നിലേക്ക് നടന്നു. ഏറെ ദൂരം മുന്നിലേക്ക് നടന്നപ്പോഴേക്കും ആ പാത കാണുവാനില്ല. എവിടേക്കാണ് ആന പോയതെന്ന് മനസ്സിലാക്കുവാനും സാധിക്കുന്നില്ല. അല്പസമയം അവരവിടെ സമയം ചെലവഴിച്ചു. അവിടെ ചുറ്റും ഒന്ന് അരിച്ചു പെറുക്കി. ആന പോയ പാതയിൽ അവർ കണ്ട പിണ്ടം ഒന്ന് പരിശോധിച്ചു. ഒരുപാട് സമയമായിട്ടില്ല എന്നും അവർക്കതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചു. ആന പോയ ദിക്കും അവർ മനസ്സിലാക്കി. ആ ദിക്ക് ലക്ഷ്യമാക്കി അവർ നടന്നു. വള്ളിപ്പടർപ്പുകൾ അവരുടെ കാലുകളിൽ ഉടക്കി. ഒരു വട്ടം തൊമ്മി തട്ടി വീഴുവാനും തുനിഞ്ഞു. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അവർ മുന്നിലേക്ക് നടന്നു. മരത്തിന്റെയും ചെടികളുടെയും ശിഖരങ്ങൾ തള്ളിമാറ്റിയും വെട്ടിയൊതുക്കിയുമാണ് അവർ മുന്നിലേക്ക് നടന്നു നീങ്ങിയത്. ചില സമയങ്ങളിൽ അതെല്ലാം ആഞ്ഞ് അവരുടെ ശരീരത്തിൽ തന്നെ വന്നടിക്കുന്നുണ്ടായിരുന്നു. കൂർത്ത അഗ്രങ്ങൾ കൊണ്ട് അവരുടെ ശരീരത്ത് മുറിപ്പാടുകളുണ്ടായി. അതിൽ നിന്നും രക്തം പൊടിക്കുന്നുമുണ്ട്. അതൊന്നും വകവെക്കാതെ അവർ മുന്നിലേക്ക് നടന്നു നീങ്ങി. അവിടെ കണ്ട പച്ചമരുന്നുകൾ പിഴിഞ്ഞ് അവരുടെ മുറിവുകളിൽ പുരട്ടി. അല്പനേരം വിശ്രമിച്ചു. വീണ്ടും മുന്നിലേക്ക് നടന്നു. കാട്ടുപഴങ്ങൾ ആഹരിച്ച് അവരുടെ വിശപ്പടക്കി. പക്ഷികളുടെയും കുരങ്ങന്മാരുടെയും ശബ്ദം കേട്ടു. ആ ദിക്ക് ലക്ഷ്യമാക്കി അവർ വീണ്ടും നടന്നു. ദൂരെ നിന്ന് എവിടെ നിന്നോ ആനയുടെ ചിഹ്നം വിളി അവർ അപ്പോഴാണ് കേട്ടത്. വളരെ വ്യക്തമായി ആ ദിശ ലക്ഷ്യമാക്കി അവർ നടന്നു. ഔദ കാറ്റിന്റെ ദിശ പല സ്ഥലങ്ങളിലും നോക്കുന്നുണ്ടായിരുന്നു. കാറ്റിന്റെ ദിശ അവർക്ക് അനുകൂലമാണോ എന്ന് നോക്കിയാണ് അവർ മുന്നിലേക്ക് നടന്നു നീങ്ങുന്നത്. ഏറെ ദൂരം അവർക്ക് സഞ്ചരിക്കേണ്ടതിന്റെ ആവശ്യകത വന്നില്ല. അവർ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം 1/2 കിലോമീറ്ററിൽ നിന്നും ചുള്ളിക്കമ്പുകൾ ഒടിയുന്നതിന്റെ ശബ്ദം, മരത്തിന്റെ ചില്ലകൾ വലിച്ചിരിയുന്നതിന്റെ ശബ്ദം അവരെ തേടിയെത്തി. വളരെ വ്യക്തമായി തന്നെ അവർക്ക് കേൾക്കുവാൻ സാധിച്ചു. പിന്നീട് ഓരോ ചുവടും മുന്നിലേക്ക് വെച്ച് നടന്നത് അവർ സൂക്ഷിച്ചായിരുന്നു. അധികം വൈകാതെ തന്നെ ആ കൊമ്പനെ അവർ കണ്ടു. അതൊരു മരത്തിന്റെ തണലിൽ നിന്ന് മീയുകയാണ്. അതിന്റെ ചില്ലകൾ വലിച്ചിരിഞ്ഞ് അത് തുമ്പിക്കയിൽ ചുഴറ്റി നിലത്തേക്ക് അടിക്കുകയും ചവച്ചരയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ശബ്ദം നല്ല വൃത്തിക്ക് കേൾക്കുവാൻ സാധിച്ചു. ഔദ നല്ലൊരു വേട്ടക്കാരനാണ്. അവനറിയാം ആനയെ വെടിവെച്ചിടേണ്ട രീതികൾ. അവനിൽ നിന്നുമാണ് ഞാൻ ഈ വിദ്യകളെല്ലാം പഠിച്ചത്. അവൻ പതിയെ എനിക്ക് പറഞ്ഞു തന്നു.
അവൻ്റെ അപ്പൻ നല്ല വേട്ടക്കാരനായിരുന്നു. അയാളിൽ നിന്നും പകർന്നു കിട്ടിയ അറിവുകൾ അവൻ എനിക്കും പകർന്നു നൽകി. ആനയുടെ എവിടെയാണ് വെടിയുതിർക്കേണ്ടത്, എങ്ങനെയാണ് ആനയെ കീഴ്പ്പെടുത്തേണ്ടത്, ആനയുടെ ദിശ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ആനയ്ക്ക് എങ്ങനെയാണ് നമ്മളുടെ സാന്നിധ്യം മനസ്സിലാവുന്നത്, കാട്ടിൻ്റെ ദിശ എങ്ങനെ നോക്കണം, അങ്ങനെ പല കാര്യങ്ങളും അവൻ എനിക്ക് പറഞ്ഞു നൽകി. അങ്ങനെ ഞങ്ങൾ ഇരുവരും ആനയുടെ അരികിലേക്ക് എത്തി. ആനയ്ക്ക് ഇപ്പോഴും ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ആനയുടെ ചൂര് നല്ലപോലെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആന നമ്മളെ കണ്ടാൽ നമ്മുടെ പുറകിൽ ചാർജ് ചെയ്ത് വന്നാൽ എങ്ങനെയാണ് ഓടി രക്ഷപ്പെടേണ്ടത് അതെല്ലാം അവൻ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. താഴ്വരയിലെ മരങ്ങൾക്ക് എത്ര പ്രായം വരുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളെ മറയ്ക്കാൻ പോകുന്ന വിധത്തിലുള്ള വണ്ണം അതിനുണ്ടായിരുന്നു. ആ മരത്തിൻ്റെ മറവിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഞങ്ങൾ ആനയ്ക്ക് നേരെ ലക്ഷ്യം വെച്ചു. അവൻ പറഞ്ഞതനുസരിച്ച് ആനയുടെ ചെവിയുടെ പിന്നിലാണ് വെടിയുതിർക്കുവാൻ പറഞ്ഞത്. കൃത്യം അവിടേക്ക് തന്നെ ഞാൻ ചൂണ്ടി. മറ്റൊരു മരത്തിൻ്റെ മറവിലിരുന്നു കൊണ്ട് ചെവിയുടെ മർമ്മത്തിലേക്ക് അവനും തോക്ക് ചൂണ്ടി. ആന ഇപ്പോൾ ചെവി വീശുകയാണ്. കൃത്യമായ സ്ഥാനത്ത് നിൽക്കുകയാണ്. കൃത്യമായി കാണുവാനും സാധിക്കും. ഔദ സിഗ്നൽ തരുമ്പോൾ വെടി ഉതിർക്കണമെന്നാണ് പറഞ്ഞത്. ഇമ വെട്ടാതെ തോക്കിൻ്റെ മുന്നിലെ കുടലിന് മുന്നിൽ സ്ഥാപിച്ച അല്പം പൊന്തി നിൽക്കുന്ന ഭാഗത്തുകൂടി ഞാൻ ആനയുടെ ചെവിയുടെ ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ചു. അദ്ദേഹത്തിൻ്റെ സിഗ്നലിന് വേണ്ടി കാത്തു നിന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം തല അനക്കുകയും വെടി ഉതിർക്കുവാൻ സിഗ്നൽ നൽകുകയും ചെയ്തു. അപ്പോൾ തന്നെ എൻ്റെ ചൂണ്ടുവിരൽ കാഞ്ചിയിന്മേൽ അമരുകയും ഒരേ സമയം ഞങ്ങളുടെ ഇരു തോക്കിൽ നിന്നും തിരകൾ ലക്ഷ്യം ഭേദിക്കുകയും ചെയ്തു. ആന ഉച്ചത്തിൽ അലറുകയും മുന്നിലേക്ക് കൊമ്പുകൾ കുത്തി നിലത്തേക്ക് വീഴുകയും ചെയ്തു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അവൻ്റെ വീഴ്ചയിൽ ആ ഭാഗം ഒന്ന് പ്രകമ്പനം കൊണ്ടതുപോലെ ഞങ്ങൾക്ക് തോന്നി. സ്വല്പസമയം ഞങ്ങൾ അവിടെ കാത്തുനിന്നു. ആനയുടെ അനക്കം പൂർണ്ണമായും അവസാനിച്ച ശേഷം ഞങ്ങൾ അവനെ അരികിലേക്ക് പോയി. ഒന്നും നോക്കാതെ ഔദ അവൻ്റെ മുകളിലേക്ക് ചാടി കയറുകയാണ് ചെയ്തത്. പിന്നെ അവൻ്റെ തലയുടെ മുകളിൽ അങ്ങനെ തോക്കും കുത്തി നിന്നു. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ആനയെ വെടിവെച്ചിടുന്നത്. എന്നാൽ ഔദയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല. അവൻ്റെ അച്ഛൻ്റെ കൂടെ പല പ്രാവശ്യവും അവൻ വനം കയറിയിട്ടുണ്ട്. ആനയെയും പുലിയെയും കടുവയെയും എല്ലാം അവൻ വെടിവെച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം അവന് പതിവാണ്. അതുകൊണ്ട് അവൻ്റെ മുഖത്ത് വലിയ ആശ്ചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ കണ്ണുകളിലെ തിളക്കം അവൻ കാണുകയും എന്നെ കളിയാക്കുകയും ചെയ്തു. ആനയെ അവിടെ ഉപേക്ഷിച്ച് ഞങ്ങൾ തിരികെ ഊരിലേക്ക് പോയി. ഊരിൽ നിന്നും കുറച്ചാളുകളെ കൊണ്ടുവരികയും ആനയുടെ കൊമ്പ് വെട്ടിയെടുക്കുകയും ചെയ്തു. അത് വെട്ടിയെടുക്കുമ്പോൾ ഞാനും അവർക്കൊപ്പമുണ്ടായിരുന്നു. എൻ്റെ പേര് വർക്കി. ഞാനും എൻ്റെ ചാച്ചനും എൻ്റെ ചാച്ചൻ്റെ സുഹൃത്തായ ഔദയുമായി. ഔദ ആരാണെന്ന് പറയേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ആദ്യ ഭാഗങ്ങളിൽ അദ്ദേഹത്തെപ്പറ്റി വളരെ വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മൂവരും കൂടി ഞങ്ങൾ നിർമ്മിച്ചെടുത്ത ആ ചെറിയ ഗ്രാമത്തിൽ നിന്നും ഏതാനും മൈലുകൾക്കപ്പുറമുള്ള മലകൾ കയറിയ മലമടക്കുകളിലേക്ക് എത്തി. വേറെ ഒന്നിനും വേണ്ടി ആയിരുന്നില്ല ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഇവിടേക്ക് കടന്നു വന്ന ഈ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച ഒരാളെ കാണാനില്ല. എന്നേക്ക് 3-4 ദിവസമാകുന്നു അയാളെ കാണാതായിട്ട്. വനം കയറി ആവശ്യത്തിനുള്ള ചുള്ളിക്കമ്പുകളും മറ്റും പെറുക്കുവാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം കയറിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്. എന്നിരുന്നാലും കാര്യം എന്താണെന്നറിയുവാൻ വേണ്ടി, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചെന്നറിയുവാൻ വേണ്ടി ഞങ്ങൾ വനം കയറുവാൻ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ സഞ്ചരിച്ചെത്തിയത് മലയുടെ മുകളിലിറങ്ങി ഒരു മലമടക്കിലേക്കായിരുന്നു. ഞാൻ നിർബന്ധം പിടിച്ച് വാശി പിടിച്ചാണ് ഇവർക്കൊപ്പം ഇവിടേക്ക് എത്തിയത്. അപകടകരമായ യാത്രയാണെന്ന് അവർ എന്നോട് പറഞ്ഞുവെങ്കിലും അതൊന്നും കേൾക്കുവാൻ ഞാൻ തയ്യാറായില്ല. എന്നാൽ അവനും കൂടെ പോരട്ടെ എന്ന് ഔദ ചാച്ചൻ പറഞ്ഞു. അതിന് പ്രകാരമാണ് എൻ്റെ ചാച്ചൻ എന്നെയും ഇവിടേക്ക് കൊണ്ടുവന്നത്. ഗ്രാമത്തിൽ നിന്നും ഞങ്ങൾ വനം കയറി നടക്കുവാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. വനത്തിനുള്ളിൽ മരങ്ങളും അടിക്കാടുകളും നിറഞ്ഞ ഒരു പ്രദേശത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. സൂര്യൻ്റെ പ്രകാശം അങ്ങിങ്ങായി മരങ്ങളുടെ ഇലച്ചാർത്തുകളിലൂടെ ഇടവിട്ടിടവിട്ട് അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതിമനോഹരമായ കാഴ്ച. ഇരുണ്ട അന്തരീക്ഷം, എങ്ങും ഭയാജനകവും നിശബ്ദവുമായ അന്തരീക്ഷം. ഞങ്ങൾ മൂവരും ബൂട്ടുകൾ ധരിച്ചിരിക്കുന്നു. ക്ഷുദ്രജീവികളും ഇഴയന്തുക്കളും നിറഞ്ഞ പ്രദേശത്തു കൂടിയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഏതു നിമിഷവും ഒരു പാമ്പിൻ്റെ കടി പ്രതീക്ഷിച്ചുകൊണ്ട്. അങ്ങനെ പാമ്പിൻ്റെ കടികളിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഞങ്ങൾ നീളമേറിയ ബൂട്ടുകൾ ധരിച്ചിരിക്കുന്നത്. ചുള്ളിക്കമ്പുകളും മറ്റും ചവിട്ടിയൊടിച്ചും ഇലകൾ ചവിട്ടി ഞെരുക്കിയും ഞങ്ങൾ മുന്നിലേക്ക് യാത്ര തുടർന്നു. വനത്തിൻ്റെതായ ഗന്ധം അത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. മരങ്ങളിലും മറ്റും ചുറ്റിപ്പടർന്നു നിൽക്കുന്ന വള്ളിപ്പടർപ്പുകളിലെ പൂക്കളുടെ ഗന്ധം, പായലുകളുടെ ഗന്ധം, ഇലകളും മറ്റ് സസ്യങ്ങളും അഴുകി
അതിൽ നിന്നും വമിക്കുന്ന ഗന്ധം, വനത്തിലെ മൃഗങ്ങളുടെ വിസർജ്യങ്ങളിൽ നിന്നും വമിക്കുന്ന ഗന്ധം, അങ്ങനെ പലതരം ഗന്ധങ്ങൾ കലർന്ന വല്ലാത്ത ഒരു ഗന്ധമാണ് എനിക്കവിടെ അനുഭവിച്ചറിയുവാൻ സാധിച്ചത്. അത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കുകയില്ല. ഓരോ അടി വെച്ച് വെച്ച് മുന്നിലേക്ക് കയറുമ്പോഴും ആ വനം എനിക്ക് നൽകിയ ഏകാന്തതയും കണ്ണിനേകുന്ന കുളിർമയും എൻ്റെ മനസ്സിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞിരുന്നു. ധാരാളം കാട്ടുപക്ഷികളെ എനിക്കവിടെ കാണുവാൻ സാധിച്ചു. ഇഴജന്തുക്കളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ധാരാളം പാമ്പുകളെയും എനിക്കവിടെ കാണുവാൻ സാധിച്ചിരുന്നു. മുയലുകൾ, മാനുകൾ, കാട്ടുപന്നികൾ, ചിത്രശലഭങ്ങൾ, അങ്ങനെ പലതരം ജന്തുക്കൾ. അതെല്ലാം കണ്ടാസ്വദിച്ച് അവർക്ക് പിന്നാലെ ഞാൻ അവരെ പിന്തുടർന്നു നടന്നു. ഞങ്ങളുടെ അന്വേഷണം ചെന്ന് അവസാനിച്ചത് മലഞ്ചെരിവിലൂടെ കടന്നു പോകുന്ന ഇടുങ്ങിയ പാതയിലൂടെ സഞ്ചരിച്ച് ഒരു താഴ്വരയിലാണ്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കേട്ടു വെടിയൊച്ചകൾ, ആനയുടെ അലർച്ചകൾ. ഔദ ഞങ്ങളെ തടഞ്ഞു. മുന്നിലേക്ക് പോകണ്ട എന്ന കാര്യം അയാൾ പറഞ്ഞു. കാര്യം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചു. ചാച്ചൻ അതിൽ നിന്നും എന്നെ വിലക്കുകയും ചെയ്തു. എങ്കിലും അദ്ദേഹം എന്നോട് പറയുവാൻ തയ്യാറായി. അതുമാത്രമല്ല, ചാച്ചൻ്റെ നിർദ്ദേശപ്രകാരം അവരെ പോയി കാണുവാനും ഔദ സമ്മതിക്കുകയും ചെയ്തു. ഞങ്ങൾ ഈ മലയോര പ്രദേശങ്ങളിലേക്ക് കുടിയേറുന്നതിന് മുന്നേ തന്നെ വനത്തിനുള്ളിൽ കയ്യേറിയ കുറച്ച് ആളുകളുണ്ട്. മൃഗങ്ങളെ വേട്ടയാടുവാനും അതിൽ നിന്നും ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുവാനും വിപണിയിൽ കൊണ്ട് വിൽക്കുവാനും തയ്യാറായ കുറേ സംഘങ്ങൾ. അവരായിരുന്നു അന്ന് കാട് ഭരിച്ചുകൊണ്ടിരുന്നത്. മൃഗവേട്ടയിൽ, മൃഗങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ വിപണി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ മുൻപന്തിയിൽ നിന്നവർ കടുവകളെയും ആനകളെയും പുലികളെയും മാനുകളെയും വേട്ടയാടി അവയുടെ കൊമ്പും പല്ലുകളും തൊലികളും എടുത്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അതിന് വിപണിയുള്ള മറ്റ് മാർക്കറ്റുകളിലോ വിറ്റുകൊണ്ട് മുന്നിലേക്ക് പോകുന്നവർ. അതീവ രഹസ്യമായി വനങ്ങളിൽ താമസിക്കുന്നവർ. കടുവകളുടെയും പുലികളുടെയും ആനകളുടെയും പേടി സ്വപ്നമായി തീർന്നവർ. അതേ, വേട്ടക്കാർ. ഞങ്ങളുടെ സെറ്റിൽമെൻറ്റ് അവിടെ വന്നതിന് ശേഷം ഇവരിൽ പലവരും ഞങ്ങളുടെ ആ ചെറിയ ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് സാധനങ്ങളും മറ്റും വാങ്ങിച്ചുകൊണ്ട് വനത്തിലേക്ക് പോയിട്ടുമുണ്ട്. അങ്ങനെയുള്ള പരിചയമാണ് ഔദച്ചാച്ചനുള്ളത്. അത് മുഖാന്തരം അദ്ദേഹത്തിന് അറിയാവുന്ന കഥകളെല്ലാം അവരെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾ അവരെ കാണുവാനും തീരുമാനിച്ചു. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും കാണാതായ ആ യുവാവിനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെ വെച്ചെങ്കിലും കണ്ടോ, അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാനുള്ള തിടുക്കത്തിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ വീണ്ടും കുറേ മൈലുകൾ കൂടി സഞ്ചരിച്ചുകൊണ്ട് ഞങ്ങൾ അവർക്കരികിലേക്ക് എത്തിച്ചേർന്നു. അവരുടെ സംഘത്തിൽ ഏകദേശം 10-12 ആളുകളുണ്ടായിരുന്നു. വനത്തിൽ പല സ്ഥലങ്ങളിലായിട്ടാണ് അവർ അവരുടെ സെറ്റിൽമെൻറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. വനമാകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവർക്ക് സ്ഥിര താമസമായി എങ്ങും കൂടുവാൻ കഴിയില്ല. ആനക്കൂട്ടങ്ങളെയും കടുവകളെയും പുലികളെയും ട്രാക്ക് ചെയ്തുകൊണ്ട് അവരുടെ പിന്നാലെ പോയി അവരെ വേട്ടയാടുക എന്നതാണ് അവരുടെ ദൗത്യം. ചില സാഹചര്യങ്ങളിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ ഇവരുടെ സംഘാംഗത്തിൽ പലരും കൊല്ലപ്പെടാറും മാരകമായ പരിക്ക് പറ്റി ജീവിതകാലത്തോളം കടന്നു പോകാറുമുണ്ട്. എങ്കിലും അവർ മുന്നിലേക്ക് തന്നെ പോകുന്നു. അതിലൊന്നും ഭയപ്പെടാതെ, കീഴടങ്ങാതെ. അവരെ അനുഗമിച്ചുകൊണ്ട് അവർക്കരികിലേക്ക് എത്തിയ ഞങ്ങൾക്ക് നേരെ അവരുടെ തോക്കുകൾ ചൂണ്ടി. ഞങ്ങൾ ആരാണെന്ന് അന്വേഷിച്ചു, തിരക്കി. അപ്പോൾ അവരുടെ സംഘത്തിൽ നിന്നും അവരുടെ നേതാവ് മുന്നിലേക്ക് കടന്നു വന്നു. അയാളുടെ പേരാണ് തങ്കവേലു. ആ 11 പേരെയും വനത്തിലൂടെ നയിച്ചു കൊണ്ടുപോകുന്നത് തങ്കവേലു എന്ന ആ പോച്ചറാണ്. ഔദ പലപ്പോഴും അദ്ദേഹത്തെ തൻ്റെ ഗ്രാമത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്, പഴകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ വളരെ വേഗം ഞങ്ങളുടെ മുന്നിലേക്ക് വരികയും എന്തിനാണ് നിങ്ങൾ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് എൻ്റെ കണ്ണുകൾ അവിടെ പതിഞ്ഞത്. അതെ, അല്പസമയങ്ങൾക്ക് മുന്നേ ഞാൻ കേട്ട വെടിയൊച്ചയുടെയും ആനയുടെയും ചിഹ്നം വിളിയുടെയും അവസാനം എന്താണെന്ന് ഞാൻ അവിടെ അറിഞ്ഞത്. എനിക്ക് മുന്നിൽ കുറച്ചകലെയായി സാമാന്യം വലിപ്പമുള്ള നല്ല നീണ്ട വെളുത്ത കൊമ്പുകളുള്ള ഒരാന ചരിഞ്ഞു കിടക്കുന്നു. അവർ മൂവരും അവിടെ സംസാരിച്ചു നിൽക്കുന്ന സമയം ഞാൻ ആ ചരിഞ്ഞു കിടക്കുന്ന ആനയുടെ അരികിലേക്ക് പോയി. അനക്കമില്ലാതെ കണ്ണുകൾ മലർക്കെ തുറന്ന് കൊമ്പുകളിലൂടെയും മറ്റും രക്തം ഒലിച്ചിറങ്ങി അങ്ങനെ ആ കരിവീരൻ കിടക്കുന്നു. അടുത്തു നിന്നവർ പലതും പറയുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. തങ്കവേലു എന്ന അദ്ദേഹമാണ് ഈ ആനയെ വെടിവെച്ചിട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു തിരയിൽ തന്നെ ആന ചരിഞ്ഞു എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കഴിവിനെപ്പറ്റി, അളന്നു കുറിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഷോട്ടിനെ പറ്റിയും അവർ അവിടെ പറയുന്നുണ്ടായിരുന്നു. അത്ഭുതം തന്നെ. ഒറ്റ വെടിയിൽ തന്നെ ആ കൊമ്പനെ വീഴ്ത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത്രേ. അന്ന് എനിക്കത് വലിയൊരു കൗതുകമായാണ് തോന്നിയത്. അവരുടെ എല്ലാം കൈവശം റൈഫിലുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഏതൊക്കെയോ ഗ്രാമങ്ങളിലെ നാട്ടുംപുറത്തെ കൊല്ലന്മാരുടെ ആലയിൽ പണി തീർത്തവ. അതും പിടിച്ചുകൊണ്ട് അഭിമാനത്തോടെയാണ് അവരവിടെ നിൽക്കുന്നത്.
അവർ ഇനിയും തുടരാൻ പോകുന്നത് കണ്ടു നിൽക്കുവാൻ എന്നെ അനുവദിച്ചില്ല. എന്നെ സ്ഥലത്തു നിന്നും മാറ്റണമെന്ന് അവർ പറഞ്ഞു. കാരണം ആനയുടെ ശരീരത്തിൽ നിന്നും അവൻ്റെ നീളമേറിയ കൊമ്പുകൾ ഊരിയെടുക്കുന്ന പ്രക്രിയയാണ് ഇനിയും നടക്കുവാൻ പോകുന്നത്. രക്തം ചീന്തുന്ന കാഴ്ചകളാണ്. അത് കണ്ടു നിൽക്കുവാൻ എന്നെയോ എൻ്റെ കൂടെ വന്നവരെയോ അനുവദിക്കില്ലെന്ന് അവർ പറഞ്ഞു. മൂർച്ചയേറിയ മഴുവും ആയുധങ്ങളും എടുത്തുകൊണ്ട് ഒരു സംഘം ആളുകൾ ആ ചത്തു മലന്നു കിടക്കുന്ന ആനയുടെ അരികിലേക്ക് നടന്നു. ഞങ്ങൾ അവിടെ നിന്ന് പോയതിനു ശേഷമാണ് അവർ ബാക്കി കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറായത്. ഞങ്ങളെ വിളിച്ചുകൊണ്ട് തങ്കവേലു എന്ന് പറയുന്ന ആ വേട്ടക്കാരൻ മുന്നിൽ നടന്നു. ഞങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് പിന്നാലെയും. എങ്കിലും എൻ്റെ കണ്ണുകൾ ആ പുറകിൽ ചത്തു കിടക്കുന്ന ആനയുടെ മേലെയായിരുന്നു. എന്നാൽ ഞങ്ങൾ അവരുടെ കൺമുന്നിൽ നിന്നും മറഞ്ഞതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുവാൻ അവർ തയ്യാറായത്. ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നും കാര്യം എന്താണെന്നും അയാൾ ഞങ്ങളിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കി. അയാൾ പറഞ്ഞത് പ്രകാരം ഗ്രാമത്തിൽ നിന്നും അയാൾ വനത്തിലേക്ക് കയറിയ ആ ദിവസം ഇവർ അദ്ദേഹത്തെ കണ്ടിരുന്നു. തങ്കവേലു എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു അയാൾ. തനിക്ക് വേണ്ട പല സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും അയാൾ എനിക്ക് വേണ്ടപ്പെട്ടവനാണെന്നും അയാൾ പറയുന്നുണ്ടായിരുന്നു. മദിരാശിയിൽ നിന്നും വർഷങ്ങൾക്ക് മുന്നേ ഈ തൊഴിലിൽ ഏർപ്പെട്ട് ഇവിടേക്ക് എത്തിയതാണെന്നും പിന്നെ ഇവിടെ തന്നെ അടിഞ്ഞുകൂടിയെന്നും അയാൾ പറഞ്ഞു. താൻ നാട്ടിൽ ജീവിച്ചതിനേക്കാൾ കൂടുതലും ഇപ്പോൾ വനത്തിലാണെന്നും നാട്ടിൽ ജീവിക്കാൻ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലെന്നും അയാൾ പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും സുഖപ്രദമല്ലായിരുന്നു. താനിപ്പോൾ ഇതിന് ശീലിച്ചുവെന്നും രക്തം കാണാതെ ഉറങ്ങാൻ കഴിയില്ല എന്നും തൻ്റെ റൈഫിലിൽ നിന്നും മുതിരുന്ന തിരകൾ ഒരു ജീവിയുടെ ശരീരം തുളച്ച് പുറത്തു പോകുമ്പോൾ അവ ജീവന് വേണ്ടി പിടയുന്ന കാഴ്ച കണ്ടുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളാണ് താനെന്നും അയാൾ പറഞ്ഞു. അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒരു കടുവവേട്ടയാണെന്നും കടുവയുടെ ജീവൻ അതിൻ്റെ ശരീരത്തിൽ നിന്നും പൊലിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച അയാളുടെ മനസ്സിന് പറയാൻ പറ്റാത്ത അത്രയും ആഹ്ലാദമാണ് നൽകുന്നതെന്നും അയാൾ പറഞ്ഞു. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അയാൾ മുന്നിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ അയാൾക്ക് ചിത്തഭ്രമം ബാധിച്ചതാണെന്ന് പോലും എനിക്ക് തോന്നി. ശരിയായിരിക്കാം, നാടുമായി യാതൊരു ബന്ധമില്ലാതെ വനത്തിൽ ജീവിക്കുന്ന അവർക്ക് മറ്റു പലതിലും ആനന്ദം കണ്ടെത്തേണ്ടതായി വരും. മനുഷ്യന് യാതൊരു തരത്തിലും ഉപദ്രവം ചെയ്യാത്ത നിരുപദ്രവകാരികളായ ജീവികളെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. എന്നാൽ അതിൻ്റെ ഒന്നും ഉത്തരം എനിക്ക് അപ്പോൾ ലഭിച്ചില്ല. അല്പസമയം കൂടി അദ്ദേഹത്തിന് കൂടെ മുന്നിലേക്ക് നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും ചിന്തകളൊന്നും ശരിയല്ല എന്നും അവിടെ നിൽക്കുവാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല എന്നും തോന്നിപ്പോയി. എങ്കിലും ഔദ പല കാര്യങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ആനയെ വേട്ടയാടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കി. എല്ലാത്തിനും കൃത്യമായ മറുപടി അദ്ദേഹം നൽകുന്നുണ്ടായിരുന്നു. വർഷങ്ങളായി അദ്ദേഹം വനത്തിൽ ജീവിച്ചുകൊണ്ട് ആനകളെയും മറ്റ് മൃഗങ്ങളെയും വേട്ടയാടി മികച്ച ഒരു വേട്ടക്കാരനായി മാറിയിരിക്കുന്നുവെന്നും തനിക്ക് മുന്നിൽ കീഴടങ്ങാത്ത ജീവികളൊന്നുമില്ല എന്നും അദ്ദേഹം ഔദയോട് പറഞ്ഞു. അങ്ങനെ ഏറെ സമയത്തെ കൂടിക്കാഴ്ചകൾക്കും സംസാരത്തിനുമൊടുവിൽ ഞങ്ങൾ തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി. തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങുമ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അവിടെ ചത്തുമലച്ചു കിടന്ന ആനയുടെ ദൃശ്യവുമായിരുന്നു എൻ്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നത്. വൈകുന്നേരമായപ്പോഴേക്കും ഞങ്ങൾ ഗ്രാമത്തിൽ എത്തിച്ചേരുകയും അന്നത്തെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയാതെയുമായി. പിറ്റേന്ന് കാലത്തെ ഞാൻ എഴുന്നേറ്റു. ഗ്രാമത്തിന് സമീപത്ത് വിശാലമായി കിടക്കുന്ന ആ വനത്തിനരികിലേക്ക് പോയി വനത്തിലേക്ക് നോക്കി നിന്നു. അപ്പോഴാണ് ഔദച്ചാച്ചൻ എന്നെ വിളിച്ചത്. ഞാനും നിന്റെ ചാച്ചനും കൂടി വനത്തിലേക്ക് അവസാനവട്ട തെരച്ചിലിന് വേണ്ടി പോകുകയാണെന്നും നിനക്ക് ഞങ്ങൾക്കൊപ്പം വരാൻ താല്പര്യമുണ്ടോ എന്നും ചോദിച്ചു. ഞാൻ താല്പര്യം പറഞ്ഞത് പ്രകാരം അന്ന് ഞാനും ഒരു വട്ടം കൂടി അവർക്കൊപ്പം പോയി. ഇന്നത്തെ തിരച്ചിലിന് ശേഷം ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ ഇനിയും വനത്തിലേക്ക് തിരിഞ്ഞു പോകില്ല എന്നും ഈ തിരച്ചിൽ അവസാനത്തെ തിരച്ചിലാണെന്നും ഔദ എൻ്റെ ചാച്ചനോട് പറഞ്ഞിരുന്നു. അങ്ങനെ സമ്മതിച്ചതിന് ശേഷമാണ് ഒന്നുകൂടി അവസാനവട്ട തിരച്ചിലെന്ന പോലെ വനത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർ ഇരുവരും പിന്നെ ഞാനും തീരുമാനിച്ചത്. അങ്ങനെ പ്രാതലെല്ലാം കഴിച്ചതിന് ശേഷം റൈഫിലുകളെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ പതിയെ വനത്തിലേക്ക് കയറി. ഇന്ന് ഞങ്ങൾ സഞ്ചരിച്ചത് തെക്ക് കിഴക്ക് ദിശയിലേക്കായിരുന്നു. മണിക്കൂറുകൾ നീണ്ടുനിന്ന തിരച്ചിൽ വന്ന് അവസാനിച്ചത് ഞങ്ങൾ തിരഞ്ഞു വന്ന അയാൾ ധരിച്ചിരുന്ന വസ്ത്രത്തിനരികിലേക്കായിരുന്നു. വസ്ത്രമെന്ന് പറയുവാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല. പിച്ച് കീറിയ രക്തം പുരണ്ട ഒരു തുണ്ട് കഷ്ണങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അത് ഞങ്ങൾ എടുത്തു. അദ്ദേഹത്തിൻ്റെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി. ഗ്രാമം നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കൃത്യമായി പറഞ്ഞാൽ 4-5 മൈലുകൾക്കപ്പുറമാണ് ഇപ്പോൾ ഈ വസ്ത്രത്തുണ്ടുകൾ കിടക്കുന്നത്. ഇവിടം വരെയും അദ്ദേഹം എങ്ങനെയാണ് എത്തിയതെന്നോ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്നോ പിന്നീടുള്ള തിരച്ചിലിൽ ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചില്ല. ഒരു കാര്യം മാത്രം അറിയാൻ സാധിച്ചു, അയാളിപ്പോൾ ജീവനോടെ ഇല്ല എന്നും
അദ്ദേഹത്തിന് വനത്തിലെ ഏതോ ഒരു മൃഗം ഭക്ഷണമാക്കിയെന്നോ അല്ലെങ്കിൽ ബലിഷ്ടമായ ആനകളുടെ കോപത്തിനേരെയായി തീർന്നുവെന്നോ കണക്ക് കൂട്ടേണ്ടതായി വന്നു. മിച്ചം വന്ന അദ്ദേഹത്തിന്റെ വസ്ത്രത്തുണ്ടുകൾ എടുത്തുകൊണ്ട് ഞങ്ങൾ അന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ച് ഉച്ചയായതോടെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ ഗ്രാമത്തിലേക്ക് നടന്നു വരുന്ന വഴിയിൽ ഔദച്ചാച്ചൻ ഞങ്ങളോട് ഒരു കഥ പറഞ്ഞു തന്നിരുന്നു. ഇന്നലെ ഞാനത് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇനിയും എന്തിനാണ് നിങ്ങളിൽ നിന്നത് മറച്ചു വയ്ക്കുന്നത്? ഞാൻ രാത്രി മുഴുവൻ ആലോചിച്ചു. എന്നാൽ ഇന്ന് അത് പറഞ്ഞേക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ചാച്ചൻ ചോദിച്ചു, എന്ത് കാര്യമാണ് ഔദ പറയാനുള്ളത്? എനിക്ക് ആകാംക്ഷയേറി. നമ്മൾ ഇന്നലെ കണ്ട ആ വേട്ടക്കാരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ സംസാരിച്ച ആ പാണ്ടി, ആ വേട്ടക്കാരൻ, ആ പോച്ചർ? ഓർമ്മയുണ്ട്. തങ്കവേലുവിന്റെ കാര്യമല്ലേ നിങ്ങൾ പറയുന്നത്? അതെ, തങ്കവേലു തന്നെ. അദ്ദേഹത്തെ പറ്റി ഒരുപാട് കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അന്ന് നിങ്ങളെ ഭയപ്പെടുത്തണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറയാതിരുന്നതാണ്. ഇനിയും പറയാതിരുന്നാൽ അത് ശരിയാവൂല. നിങ്ങൾക്ക് ആ കിഴക്കേപ്പാട്ട് കുട്ടിച്ചനെ അറിയത്തില്ലേ? അദ്ദേഹം എന്നോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഇയാളെപ്പറ്റി. അത് ഞാൻ പറയണോ വേണ്ടയോ എന്ന ചിന്തയിലായിരുന്നു ഇന്നലെ മുഴുവൻ. എന്നാൽ അത് നിങ്ങളോടും പങ്കുവയ്ക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. കുറേ പേടിപ്പിടിപ്പിക്കുന്ന കാര്യങ്ങളും എല്ലാം അതിലുണ്ട്. കുട്ടിച്ചൻ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് അതിൽ കൂടുതലും. അവൻ ഭയം മൂലം ആരോടും പറയരുതെന്ന് എന്നോട് പറഞ്ഞ് ചട്ടം കെട്ടിയിരുന്നു. അതിൽ പലതും സത്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഇവിടേക്ക് എത്തിയ ആ സമയങ്ങളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരുന്നു. വനത്തിൽ കയറി പലരും മൃഗങ്ങളെ വേട്ടയാടുന്നുണ്ടെന്നും അതിന് വേണ്ടത്ര അനുമതിയില്ല എന്നും ലൈസൻസ് ഇല്ലാത്ത ഗണ്ണുമായിട്ടാണ് അവർ വനത്തിലേക്ക് കയറുന്നതെന്നും അവർ പറഞ്ഞു. അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്നും അവർ പറഞ്ഞിരുന്നു. അതുമാത്രമായിരുന്നില്ല, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വനത്തിൽ ആനവേട്ട പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ആനകളെ വേട്ടയാടണമെങ്കിൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവ് വേണം. ഇല്ല എങ്കിൽ അതിനവർ സമ്മതിക്കുകയില്ല. കണ്ടെത്തിയാൽ കനത്ത ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവർ അവിടെ നിന്ന് പോയത്. ഈ സമയത്താണ് അയാൾ എന്നോട് കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അന്ന് നമ്മുടെ ഈ ഗ്രാമം ഇത്ര വലിയ വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു സെറ്റിൽമെന്റ് മാത്രമായിരുന്നു. കാടുകളും മലകളും എല്ലാം വെട്ടിപ്പിടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നുവല്ലോ അത്. ആ സമയങ്ങളിൽ ഇവിടേക്കെത്തിയ ആ കുട്ടിച്ചൻ നമ്മൾ മുന്നേ കണ്ട ആ തങ്കവേലുവുമായി വനത്തിനുള്ളിൽ വേട്ടയ്ക്ക് പോയിട്ടുണ്ട്. ഇയാൾ ഇവിടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അയാൾ ഈ ഭാഗങ്ങളിൽ തമ്പടിച്ച ഒരാളായിരുന്നു. അങ്ങനെ പതിയെ പതിയെ കൂട്ടുകാരാകുകയും അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തെയും വേട്ടയ്ക്ക് കൊണ്ടുപോകുകയും ചെയ്തു. ഭയപ്പെടുന്ന കാഴ്ചകളായിരുന്നു അവിടെ സംഭവിച്ചിരുന്നത്. അയാൾ പറഞ്ഞത് പ്രകാരം ഇയാൾക്ക് ആനയെ ട്രാക്ക് ചെയ്യുവാൻ വല്ലാത്ത ഒരു കഴിവ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സംഘത്തിൽ അന്ന് ഏകദേശം 18ഓളം അടുത്ത് ആളുകളുണ്ടായിരുന്നു. കൂടുതലും അയാൾ ടാർഗറ്റ് ചെയ്യുന്നത് കൂട്ടമായി എത്തുന്ന ആനക്കൂട്ടങ്ങളെയാണ്. അങ്ങനെ കൂട്ടത്തിൽ നിന്നും നിരവധി കൊമ്പന്മാരെ അയാൾ വെടിവെച്ചിടും. അയാൾ മാത്രമായിരിക്കുകയില്ല ഒരു സമയം നിറയൊഴിക്കുക. അയാളുടെ കൂട്ടത്തിൽ ഏകദേശം 10-18ഓളം ആളുകളുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിൽ മിക്ക ആളുകളുടെ കൈവശവും റൈഫിലുകളുണ്ട്. തങ്ങൾ മുന്നിൽ കാണുന്ന കൊമ്പന്മാർക്ക് മേൽ പറ്റിയ ലക്ഷ്യം സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയതിനു ശേഷം വെടികുതിർക്കുകയാണ് പതിവ്. ഓടുന്ന കൊമ്പന്മാരുടെ പുറകിൽ ഓടുകയും പറ്റുന്ന വേഗത്തിൽ എത്തുകയും അവരുടെ മസ്തകത്തിലേക്ക് വെടികുതിർക്കുകയും ചെയ്യും. ഇല്ലാത്ത പക്ഷം മാരകമായ മുറിവുകൾ സമ്മാനിച്ചു വിടും. അങ്ങനെ മാരകമായ മുറിവുകൾ ഏൽക്കുന്ന ആനകൾ അധിക ദൂരം ചെല്ലാതെ രക്തം മാറുന്നോ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തുകയോ മരിച്ചു പോകുകയോ ചെയ്യും. അങ്ങനെ ചത്തു വീഴുന്ന ആനകളെയും അവർ ട്രാക്ക് ചെയ്ത് പിടിക്കുകയും അവയുടെ കൊമ്പുകളും ഊരിയെടുക്കുകയും ചെയ്യും. അങ്ങനെ അന്നത്തെ ദിവസം അദ്ദേഹം ഞങ്ങളുടെ സെറ്റിൽമെൻറ്റിലേക്ക് വന്നു. ആവശ്യമായ സാധനങ്ങളും മറ്റും അവിടെ നിന്ന് വാങ്ങിച്ച് കുട്ടിച്ചനെയും അവർക്കൊപ്പം വനത്തിലേക്ക് ക്ഷണിച്ചു. ഇന്നൊരു ആനവേട്ടയ്ക്ക് പോകുന്നുണ്ടെന്നും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാമെന്നും അയാൾ പറഞ്ഞു. എനിക്ക് താല്പര്യമെല്ലാം ഉണ്ട്, എന്നാൽ എനിക്ക് റൈഫിലുകളില്ല. എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾക്കൊപ്പം പോരൂ. നിങ്ങളെ നല്ലൊരു കാഴ്ച തന്നെ ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഞങ്ങളൊരു ആനക്കൂട്ടത്തെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും കാണാത്ത ഒരു ആനവേട്ട തന്നെ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കാം. ഈ വാക്കായിരുന്നു അന്ന് അയാൾക്ക് നൽകിയത്. കുട്ടിച്ചൻ ഒന്നും ഓർത്തില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി അയാൾക്കൊപ്പം ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ അയാളും കുട്ടിച്ചനും അയാളുടെ സംഘങ്ങൾക്കൊപ്പം വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അന്ന് രാത്രിയിൽ അയാളുടെ സെറ്റിൽമെൻറ്റിൽ അവർ താമസിച്ചു. സെറ്റിൽമെൻ്റ് എന്ന് പറയാൻ മറ്റൊന്നുമില്ല. വനത്തിനുള്ളിൽ എവിടെയെങ്കിലുമെല്ലാം താമസിക്കും. ആനകളും മറ്റു മൃഗങ്ങളും അടുത്തേക്ക് അടുക്കാതിരിക്കുവാൻ വേണ്ടി അവർ താമസിക്കുന്ന സെറ്റിൽമെൻറ്റിന് നടുക്കായി കമ്പുകളും മറ്റും കൂട്ടിയിട്ട് ഒരു വലിയ തീ കത്തിക്കും. അതിനു ചുറ്റും അവർ കിടന്നുറങ്ങും. അവർ കിടന്നുറങ്ങുമ്പോൾ 2-3 പേർ അവർക്ക് കാവൽ നിൽക്കും. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പുലർച്ചെയാകുമ്പോഴേക്കും അവർ ആനകളെ ട്രാക്ക് ചെയ്യുവാൻ തുടങ്ങും. വൈകുന്നേരം ആകുമ്പോഴേക്കും
ആനക്കൂട്ടത്തെ അവർ ട്രാക്ക് ചെയ്യുകയും അതിനെ കണ്ടുപിടിക്കുകയും ചെയ്യും. അന്ന് അവർ പുലർച്ചെ എഴുന്നേറ്റു. പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്തു. ലഘുവായ രീതിയിൽ ഭക്ഷണവും കഴിച്ചു. കുട്ടിച്ചൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ മാനിൻ്റെയോ മറ്റേതോ ജീവിയുടെയോ മാംസമായിരുന്നു അന്ന് പ്രഭാതത്തിൽ കഴിക്കുവാൻ പ്രാതലായി കിട്ടിയത്. അതാവോളം അവർ ആഹരിച്ചു. അതിനുശേഷം അവർ തങ്ങളുടെ റൈഫിലുകൾ എടുത്തുകൊണ്ട് തങ്കവേലുവിനെ പിന്തുടർന്നുകൊണ്ട് ആനയെ ട്രാക്ക് ചെയ്യുവാൻ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. മലഞ്ചെരിവിലൂടെ മലയിറങ്ങി താഴ്വാരയിലേക്കാണ് അവർ സഞ്ചരിച്ചെത്തിയത്. അങ്ങനെ അവർ ആനക്കൂട്ടങ്ങളുടെ ട്രാക്കുകൾ കണ്ടെത്തുകയും അതിനെ പിന്തുടർന്നുകൊണ്ട് മൈലുകളോളം സഞ്ചരിച്ച് വനത്തിനുള്ളിലൂടെ ഒഴുകുന്ന ഒരു അരുവിയുടെ തീരത്തെത്തുകയും ചെയ്തു. അവർ ചിന്തിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ആ വലിയ അരുവിയിലേക്ക് ഇറങ്ങി കുളിക്കുന്ന ആനക്കൂട്ടത്തെ അവർ കണ്ടു. പിന്നെ അവിടെ ആസൂത്രണങ്ങളായിരുന്നു. പലരും പല വഴിക്കായി പിരിഞ്ഞു. പലരും പല സ്ഥലങ്ങളിലായി സുരക്ഷിതമായിരുന്നു. മരങ്ങൾക്ക് മുകളിലും കുറ്റിക്കാടുകൾക്കിടയിലും അവർ പതുങ്ങിയിരുന്നു. നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് പോയ കുട്ടിച്ചൻ ഉണ്ടായിരുന്നത് തങ്കവേലുവിനൊപ്പമായിരുന്നു. അദ്ദേഹത്തിന് ആനകളെ കാണുമ്പോൾ അയാളുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം ഭയാനകമാണ്. അത് നമ്മളെ പേടിപ്പെടുത്തും. അതുപോലെ കുട്ടിച്ചനും അയാളുടെ മുഖഭാവങ്ങൾ കണ്ട് ഭയന്നിരുന്നു. അയാൾ പറഞ്ഞത് പ്രകാരം ഒരു കടുവ എങ്ങനെയാണോ ഒരു ഇരയെ പിടിക്കുവാൻ പോകുന്നത്, അപ്പോൾ ആ കടുവയുടെ മുഖത്തുണ്ടാകുന്ന ചേഷ്ടകളുണ്ടല്ലോ, അതെല്ലാം അയാൾക്ക് മുഖത്ത് കാണുവാൻ സാധിച്ചു എന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ അവർ അവർക്ക് വേണ്ട കൊമ്പന്മാരെയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലായി പതുങ്ങിയിരുന്നു. അതിലൊരുവൻ വെടിപൊട്ടിച്ചു. ആനകൾ ഇളകുകയും ചിഹ്നം വിളിച്ചുകൊണ്ട് ആ അരുവിയിൽ നിന്നും വനത്തിനുള്ളിലേക്ക് ഓടുകയും ചെയ്തു. വനത്തിനുള്ളിലേക്ക് ഓടിപ്പോയത് മറഞ്ഞിരിക്കുന്ന ആ വേട്ടക്കാർക്കിടയിലൂടെയായിരുന്നു. ലക്ഷ്യം വെച്ച ഓരോ കൊമ്പന്മാരെയായി അവർ വെടിവെച്ചിട്ടുണ്ട്. ആ വെടിയുടെ ശബ്ദം ആനകളെ മസ്ത് പിടിപ്പിച്ചിട്ടുണ്ടാകാം. അവർ ചിഹ്നം വിളിച്ചുകൊണ്ട് പാഞ്ഞോടി. അങ്ങനെ കുതിച്ചോടി വന്ന ഒരു കാട്ടാന കുറ്റിക്കാടുകൾക്കിടയിൽ മറഞ്ഞിരുന്ന ഒരു വേട്ടക്കാരനെ കാണുകയും അയാളെ ചവിട്ടി അരയ്ക്കുകയും ചെയ്തു. മറ്റൊരുവനെ മരത്തോട് വെച്ച് ചേർത്തു. എന്നിട്ടും കലിയടങ്ങാത്ത ആനകൾ ആ വനമാകെ ഇളക്കി മറിച്ചുകൊണ്ട് ചിഹ്നം വിളിച്ചുകൊണ്ട് പോയി. അവിടെ ഇവിടെയായി സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ മറഞ്ഞിരുന്ന വേട്ടക്കാർ അവർ ലക്ഷ്യം വെച്ച കൊമ്പന്മാർക്ക് നേരെ വെടിയുതിർത്തു. അന്ന് ഏകദേശം 4 കൊമ്പന്മാരെയാണ് അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന സംഘാംഗങ്ങൾ വെടിവെച്ചിട്ടത്. പിന്നെ അവസാനം വന്നത് അയാളുടെ ഊഴമായിരുന്നു. ഒരു കടുവ തൻ്റെ ഇരയ്ക്ക് പിന്നാലെ പായുന്നത് പോലെ ആനകൾക്കൊപ്പം മാറി അയാൾ കുതിച്ചോടി. അയാളുടെ ഓട്ടം കണ്ട് ഞാനും അയാൾക്കൊപ്പം കൂടി. സുരക്ഷിതമായ ഒരു സ്ഥാനത്തെത്തിയപ്പോഴേക്കും ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിലേക്ക് ഭയന്ന് വിറച്ച് കയറി ഒളിച്ചു. ആ കൊമ്പിലിരുന്നു കൊണ്ട് അയാളുടെ ഓട്ടവും ചാട്ടവും എല്ലാം എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു. ഒരു കടുവ എങ്ങനെയാണോ തൻ്റെ ഇരയെ പിന്തുടരുന്നത്, അതുപോലെ ആ ശൗര്യത്തോടെ അയാൾ ആനയുടെ പിന്നാലെ കുതിച്ചോടി. മരങ്ങൾക്കിടയിലൂടെയും തിക്കാടുകൾക്കിടയിലൂടെയും അയാൾ കുതിച്ചോടി. അയാളുടെ കൈവശം ഉണ്ടായിരുന്ന റൈഫിൾ എടുത്ത് ഒരാനയുടെ മസ്തകത്തിന് നേരെ ചൂണ്ടുകയും ഇതെല്ലാം അവിടെ സംഭവിച്ചത് മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ആ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെയായിരുന്നു. അതൊരു കൊമ്പൻ ചരിഞ്ഞതും മറ്റാനകൾ തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കിയതും അറിഞ്ഞുകൊണ്ടായിരിക്കണം താൻ വളരെ വേഗം തന്നെ തൻ്റെ തോക്ക് റീലോഡ് ചെയ്ത് അവയ്ക്ക് നേരെ വീണ്ടും വെടിയുതിർത്തത്. ആ വെടിയൊച്ചയും പുകയും തീപ്പൊരിയും കണ്ടുകൊണ്ടായിരിക്കണം ആനക്കൂട്ടം തനിക്കെതിരെ ഓടി വരാതെ മാറി മറ്റൊരു ദിശയിലൂടെ വനത്തിനുള്ളിലേക്ക് ഓടി മറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉച്ചത്തിലെ അട്ടഹാസങ്ങളായിരുന്നു. കുട്ടിച്ചൻ പറഞ്ഞത് അയാളുടെ ജീവിതത്തിൽ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു അയാൾ കടന്നുപോയതെന്നാണ്. ആനക്കൂട്ടങ്ങൾ തന്നെ കണ്ടിരുന്നുവെങ്കിൽ തന്നെ ഉറപ്പായും ചവിട്ടി മെതിക്കുമായിരുന്നുവെന്നും അയാൾ പറഞ്ഞു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടതെന്നും പറഞ്ഞു. പിന്നെ ചത്തുകിടക്കുന്ന ആനകൾക്കരികിലേക്ക് പോയി. അതിനുശേഷം മാത്രമാണ് തൻ്റെ കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞ് മരിച്ചുപോയ ആളുകൾക്കരികിലേക്ക് പോയത്. ഏകദേശം 2 പേരെയാണ് ഇന്നത്തെ ദിവസം കൊണ്ട് അയാൾക്ക് നഷ്ടമായിരിക്കുന്നത്. അവരുടെ ശരീരം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആനക്കൂട്ടങ്ങളാക്കി തീർത്തിരുന്നു. ആനകളുടെ തുടരെയുള്ള കാലടികൾ ശരീരവും മണ്ണും തമ്മിൽ ചേർത്തിരുന്നു. മരത്തിലേക്ക് വെച്ച് ചേർത്ത ആളുടെ അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ. അവരുടെ ശവശരീരങ്ങൾ അവർ എടുത്ത് ആ വനത്തിൽ തന്നെ കുഴിച്ചു മൂടി. അവർക്ക് വേണ്ട ആദരങ്ങളും മറ്റും നൽകുകയും ചെയ്തു. അതിനുശേഷം അയാൾ കുട്ടിച്ചോട് പറഞ്ഞ വാചകങ്ങളാണ് അയാളെ കൂടുതലും ഭയപ്പെടുത്തിയത്. വനത്തിനുള്ളിലേക്ക് ഉപജീവന മാർഗം തേടി വന്നവരാണിവർ. ജീവിതത്തിൽ വിജയിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല. പല കഷ്ടതകളും അനുഭവിച്ചുകൊണ്ട് പലതരം കഷ്ടതകളിലൂടെ അവർ കടന്നുപോയി. എന്നിട്ടൊന്നും അവർക്ക് ജീവിക്കുവാൻ കഴിഞ്ഞില്ല. അവസാനം അവരുടെ ഗതി ഇങ്ങനെയുമായി. പുതുതായി ഞങ്ങളുടെ സംഘത്തിലേക്ക് ചേർന്നവരായിരുന്നു അവർ. വേട്ടയാടുന്ന രീതികളെപ്പറ്റി യാതൊന്നും അറിയാത്തവരായിരുന്നുവെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. ചേരുന്നതിന് മുന്നേ ഞാൻ അവരോട് ചോദിച്ചതാണ്, നിങ്ങൾക്കിതിനു മുന്നേ വേട്ടയാടി ശീലമുണ്ടോ എന്ന്. അവർ അപ്പോൾ എന്നോട് കള്ളം പറഞ്ഞു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിച്ചത്. താങ്കളോട് ഞാൻ ചോദിച്ചു,
താങ്കൾ എന്നോട് സത്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നത്. കുട്ടിച്ചൻ അപ്പോൾ അയാളോട് ചോദിച്ചു, ഇവരുടെ ശവശരീരങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണ്ടേ എന്ന്. അപ്പോൾ അയാൾ തികച്ചും കൗതുകകരമായ മറുപടിയാണത്രേ നൽകിയത്. അതിങ്ങനെയാണ്: ഞങ്ങൾ ജീവിക്കുന്നത് ഈ വനങ്ങളിലാണ്. ഞങ്ങളുടെ വീടും സ്ഥലവുമെല്ലാം ഈ വനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണ്ടേ ഞങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയല്ലേ ഉചിതം? അവരുടെ ശരീരം ഈ മരങ്ങൾക്കും ഈ ചെടികൾക്കും വളമായി തീരട്ടെ. പശ്ചാത്താപം ഒട്ടുമില്ലാതെ ഇത്രയും പറഞ്ഞതിന് ശേഷം തൻ്റെ അരയിൽ സൂക്ഷിച്ച മൂർച്ചയേറിയ മഴുവെടുത്തുകൊണ്ട് താൻ വെടിവെച്ചിട്ട ആനയുടെ അരികിലേക്ക് പോകുകയും അതിൻ്റെ കൊമ്പുകളുള്ള ഭാഗം വെട്ടിപ്പൊളിച്ച് ആ രക്തം പുരണ്ട കൊമ്പുകൾ അയാൾ ഊരിയെടുക്കുകയും ചെയ്തു. ആദ്യമെല്ലാം കുട്ടിച്ചൻ കരുതിയിരുന്നത് ഇങ്ങനെ വെടിവെക്കുന്ന ആനയുടെ കൊമ്പുകൾ മൂർച്ചയേറിയ വാളുകളും മറ്റും ഉപയോഗിച്ച് മുറിച്ചെടുക്കുകയാണെന്നാണ്. അങ്ങനെയല്ല എന്നറിഞ്ഞത് അന്നാണെന്നും അയാൾ പറഞ്ഞു. അവയുടെ തല വെട്ടിക്കീറിയാണ് ആ കൊമ്പുകൾ ഊരിയെടുക്കുന്നത്. നമ്മൾ പുറമേ കാണുന്ന അത്രയും നീളമൊന്നുമല്ല ആ കൊമ്പുകൾക്കുള്ളത്. ഉള്ളോട്ട് വീണ്ടുമുണ്ട്. അത് മൂടോടെ പിഴുതെടുക്കുവാൻ വേണ്ടിയാണ് അത്രയും വലിയ ക്രൂരതകൾ അവർ ചെയ്യുന്നത്. രക്തമൊലിക്കുന്ന ആ കൊമ്പുകൾ കണ്ടുകൊണ്ട് എനിക്കവിടെ നിൽക്കുവാൻ സാധിച്ചില്ല. പിന്നീട് ഒരിക്കലും അയാൾ അവർക്കൊപ്പം ആ വനത്തിലേക്ക് വേട്ടയാടുവാൻ വേണ്ടി പോയില്ല. അയാളെ കാണുവാൻ തന്നെ അയാൾ ഭയന്നിരുന്നു. പിന്നീടും നിരവധി തവണ കുട്ടിച്ചനെ അയാൾ വിളിച്ചിരുന്നു. അപ്പോഴെല്ലാം ഓരോ ഒഴിവുകാര്യങ്ങൾ പറഞ്ഞ് അയാൾ അതിൽ നിന്നും പിന്തിരിഞ്ഞു. അങ്ങനെ ഒരു രാത്രിയിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയ വാറ്റുചാരായം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ കഥകളെല്ലാം അയാൾ എന്നോട് പറഞ്ഞത്. നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ആ വെടിയൊച്ച കേട്ട സമയം തന്നെ ഞാൻ നിങ്ങളെ തടുത്തത്, തിരിഞ്ഞു പോകുവാൻ തയ്യാറെടുത്തത്. അപ്പോൾ നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അയാൾക്കരികിലേക്ക് പോകുവാൻ സമ്മതിച്ചത്. അങ്ങനെയാണ് ഒന്നും അറിയാത്ത പോലെ അയാളെ കാണുവാനും അയാളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുവാനും നമ്മുടെ ഗ്രാമത്തിൽ നിന്നും കാണാതായ അയാളെപ്പറ്റി ചോദിക്കുവാനും തുനിഞ്ഞത്. എന്തായാലും അറിഞ്ഞത് നന്നായി. നമ്മൾ എന്താണ് ഗ്രാമത്തിൽ പോയി പറയുവാൻ പോകുന്നത്? അവനെ കണ്ടില്ല എന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗം അവൻ്റെ ശരീരം കടിച്ചെടുത്തുകൊണ്ട് പോയെന്നോ? എന്താണ് നിങ്ങൾ പറയുവാൻ പോകുന്നത് ഔദ? അവിടെ നടന്ന കണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അവരോട് പറയാം. അല്ലാതെ മറ്റെന്തു പറയുവാനാണ്? നമ്മൾ 4-5 ദിവസമായി അവൻ്റെ ശരീരം തിരയുന്നു. അതൊന്നും കാണുവാനില്ല. എൻ്റെ ബലമായ സംശയം ഏതെങ്കിലും ഒരു കടുവയോ പുലിയോ അവൻ്റെ ശരീരം ഇതിനോടകം ആഹരിച്ചു കാണുമെന്നാണ്. അത് തന്നെ അവരോട് പറയാം. പക്ഷേ എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്ന അതൊന്നുമല്ല. അവൻ എന്തിനാണ് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചത്? മറ്റേതെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമോ? അതെന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് ഔദ തൊമ്മിയോട് പറഞ്ഞു. തൊമ്മി പറഞ്ഞു, അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് അവർക്ക് പിന്നാലെ ഞാനും അവരെ അനുഗമിച്ച് നടക്കുന്നുണ്ടായിരുന്നു. എനിക്കും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ സംശയങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടുവാൻ ഞാൻ തീരുമാനിച്ചു. വൈകുന്നേരത്തോടടുപ്പിച്ച് വീടിൻ്റെ വരാന്തയിലിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഔദച്ചാച്ചൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ഓടിയെത്തിയത്. അദ്ദേഹം ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് ഗ്രാമത്തിൻ്റെ അരികിലെ വനത്തിലേക്കായിരുന്നു പോയിരുന്നത്. ഗ്രാമത്തിൻ്റെ അതിര് പങ്കിട്ട് നിൽക്കുന്ന ആ വലിയ വനത്തിൽ ആരോ അവശനിലയിൽ കിടക്കുന്നു എന്ന് ചുള്ളിക്കമ്പുകൾ പെറുക്കുവാൻ പോയ ഒരാൾ പറഞ്ഞു എന്നാണ് അയാൾ പറഞ്ഞത്. കൃത്യമായി അയാൾ പറഞ്ഞതെന്ന അടയാളപ്രകാരം ഞങ്ങൾ ഗ്രാമത്തിൻ്റെ അതിരിലൂടെ കടന്നു പോകുന്ന ആ വനത്തിലേക്ക് പ്രവേശിച്ചു. ഏറെ ദൂരമല്ലാതെ അങ്ങകലെയായി ഞങ്ങൾക്കൊരു ശരീരം കാണുവാൻ സാധിച്ചു. അവിടെ അവശനിലയിൽ കിടക്കുന്ന ആ ശരീരത്തിൻ്റെ അരികിലേക്ക് ഞങ്ങൾ നടന്നു. കമഴ്ന്നായിരുന്നു ആ ശരീരം അവിടെ കടന്നിരുന്നത്. ജീവൻ്റെ അവശേഷിപ്പുകൾ അതിനകത്തുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം കൈകാലുകൾ പതിയെ ചലിപ്പിക്കുന്നുണ്ടായിരുന്നു. താഴ്ന്ന സ്വരത്തിലുള്ള ഒരു ഞരക്കവും അവിടെ നിന്നും പുറപ്പെടുന്നുണ്ടായിരുന്നു. പതിയെ ഞങ്ങൾ ആ ശരീരത്തിൻ്റെ അരികിലേക്ക് പോയി അയാളെ ഒന്ന് തിരിച്ചു കിടത്തി. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടിത്തരിച്ച് നിന്നുപോയി. കൃത്യമായി ഇദ്ദേഹത്തെ ഞങ്ങൾ കാണുന്നത് ഏകദേശം 3 വർഷങ്ങൾക്ക് മുന്നേ വനത്തിനുള്ളിൽ വെച്ചാണ്. ആ സംഭവങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ കഥയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആരാണെന്ന് ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്ക് മനസ്സിലായി കാണും. അതെ, തങ്കവേലു. നമ്മൾ വനത്തിൽ വെച്ച് അന്ന് പരിചയപ്പെട്ട ആനവേട്ടക്കാരൻ തങ്കവേലു. രക്തമൊലിച്ചിറങ്ങുന്ന ശരീരവുമായി അദ്ദേഹം ഗ്രാമത്തിനരികിലുള്ള ഈ വനത്തിൽ കിടക്കുകയാണ്. ചാച്ചനും ഔദയും കൂടി അദ്ദേഹത്തെ തോളിൽ തൂക്കിയെടുത്ത് ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. അയാൾക്കപ്പോൾ നേരെ ചൊവ്വെ നടക്കുവാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. കാല് തറയിൽ കുത്തുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അയാളുടെ മുട്ടിന് മുകളിലായി ഒരു തിര തറച്ചു കയറിയിരിക്കുന്നു. അതിൽ നിന്നും രക്തം കാലിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. മുറിവാകെ നാശമായി കഴിഞ്ഞിരുന്നു. തലേന്ന് രാത്രിയിൽ തറച്ചു കയറിയ തിര ആ മുറിവിൻ്റെ സ്ഥിതിഗതികൾ ഗുരുതരമാക്കി കഴിഞ്ഞിരുന്നു. ഗ്രാമത്തിലെ ഒരു വൈദ്യൻ്റെ സഹായത്തോടെ
അദ്ദേഹത്തിൻ്റെ ശരീരത്ത് തറച്ചു കയറിയിരുന്ന ആ തിര പുറത്തെടുത്തു. പച്ചമരുന്നുകളും മറ്റും വെച്ച് അദ്ദേഹത്തിൻ്റെ മുറിവ് കെട്ടി. അദ്ദേഹത്തിൻ്റെ മുഖത്തും പുറത്തും ശരീരത്തും ഉണ്ടായിരുന്ന മുറിവുകളിലെല്ലാം മരുന്ന് പുരട്ടി. അദ്ദേഹത്തെ അവിടെ അല്പനേരം വിശ്രമിക്കുവാൻ വിട്ടതിന് ശേഷം ഞങ്ങൾ പതിയെ തിരികെ ഗ്രാമത്തിലെ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി. എന്തായിരിക്കാം അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുക? ഔദച്ചാച്ചൻ ചാച്ചനോട് ചോദിച്ചു. ഒരു പിടുത്തവുമില്ല. ഇനി എന്തെങ്കിലും സംഘർഷം വനത്തിനുള്ളിൽ ഉണ്ടായിരിക്കാം. ആരെങ്കിലും ഇദ്ദേഹത്തെ കൊല്ലുവാൻ ഓടിച്ചിരിക്കാം. അദ്ദേഹത്തെ നല്ലപോലെ പരുക്ക് പറ്റിച്ചിരിക്കാം. അയാളെ കൊല്ലുവാൻ വേണ്ടി ഉതിർത്ത വെടിയായിരിക്കാം അദ്ദേഹത്തിൻ്റെ കാലിൽ തറച്ചു കയറിയത്. മരിച്ചുവെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ വിട്ടിട്ട് പോയതായിരിക്കാം അവർ. അങ്ങനെ പല പല കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിച്ചു കൂട്ടി. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മാത്രം അറിയുവാൻ ഞങ്ങൾക്ക് പിറ്റേന്ന് വരെ കാത്തിരിക്കേണ്ടതായി വന്നു. പിറ്റേ ദിവസം തങ്കവേലുവിനെ കാണുവാൻ വേണ്ടി ഞങ്ങൾ പോയി. തലേന്ന് കണ്ട അവസ്ഥയിലായിരുന്നില്ല അപ്പോൾ അയാൾ. പതിയെ എഴുന്നേറ്റിരിക്കുവാനും സംസാരിക്കുവാനുമെല്ലാം അപ്പോൾ അയാൾക്ക് കഴിയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഔദ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ തിരക്കി. എന്താണ് പറ്റിയത്? എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? നിങ്ങളുടെ കൂട്ടത്തിലെ ബാക്കിയുള്ളവരെല്ലാം എവിടെ? അങ്ങനെ പല പല ചോദ്യങ്ങൾ ഔദ അദ്ദേഹത്തോട് ചോദിച്ചു. സാധാരണഗതിയിൽ നിങ്ങൾ വനമിറങ്ങി ഗ്രാമത്തിലേക്ക് വരാറില്ലല്ലോ, ഇപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? അങ്ങനെ പല പല ചോദ്യങ്ങളും ഔദ അദ്ദേഹത്തോട് ചോദിച്ചു. ഔദയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. തല കുമ്പിട്ട് അല്പസമയം ഇരിക്കുക മാത്രമായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നും വ്യക്തമായിരുന്നു അയാൾക്കൊന്നും പറയുവാൻ അപ്പോൾ താല്പര്യമുണ്ടായിരുന്നില്ല. അയാളുടെ ശരീരത്ത് കാലയാൾക്ക് നൽകുന്ന വേദന കടിച്ചമർത്തിക്കൊണ്ട് അയാൾ കണ്ണടച്ച് കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നു. അയാൾക്ക് സംസാരിക്കുവാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ അയാളെ അവിടെ ഒറ്റയ്ക്ക് വിട്ടതിന് ശേഷം തിരികെ ഗ്രാമത്തിൻ്റെ തിരക്കേറിയ ചന്തയിലൂടെ ഞങ്ങൾ അങ്ങനെ നടന്നു. വൈകുന്നേരമായപ്പോൾ വീണ്ടും ഞങ്ങൾ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി പോയിരുന്നു. എന്നാൽ അപ്പോൾ ഞങ്ങൾ ഒന്നും അദ്ദേഹത്തോട് ചോദിച്ചിരുന്നില്ല. എന്നാൽ അയാൾ ഞങ്ങൾ രാവിലെ ചോദിച്ചതിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് നൽകി. ഡാർവിഷ് റോബർട്ട് എന്നൊരു പേര് മാത്രമായിരുന്നു അയാൾ ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങൾ മുഖാമുഖം നോക്കി. അതാരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പുതുതായി കേൾക്കുന്ന ഒരു പേര് പോലെ. അയാൾ വീണ്ടും പറയുവാൻ ആരംഭിച്ചു. അവനാണ് എന്നെ ഈ പരുവത്തിലാക്കിയത്. ഔദ അയാളോട് ചോദിച്ചു, ആരാണ്? ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. ആരാണ് ഈ ഡാർവിഷ് റോബർട്ട്? റോബർട്ട്സ് എന്നാണ് അദ്ദേഹത്തെ ഞങ്ങൾക്കിടയിൽ വിളിക്കുന്നത്. കാട്ടുകൊള്ളക്കാരൻ, തടികടത്തുകാരൻ, ആനവേട്ടക്കാരൻ. അതുകൂടാതെ ഉൾവനങ്ങളിൽ മരുന്ന് കൃഷിയും അവനുണ്ട്. ഞങ്ങളെല്ലാം ആനയും മറ്റും വെടിവെക്കാൻ ഉപയോഗിക്കുന്നത് നാടൻ തോക്കുകളാണെങ്കിൽ അവൻ ഉപയോഗിക്കുന്നത് വിദേശ രാജ്യങ്ങൾ നിർമ്മിച്ച റൈഫിലുകളാണ്. അതിമാരക ശേഷിയുള്ള റൈഫിലുകൾ. പലതവണയും ഞങ്ങളുടെ സംഘവുമായി അവരുടെ സംഘം മുഖാമുഖം വന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും സ്ഥിതിഗതികൾ ഇത്രയും രൂക്ഷമായിട്ടില്ല. അതുമാത്രമല്ല, നമ്മൾ കൊന്നു കൊമ്പൂരുന്നത് പോലെയല്ല അവൻ ആനയുടെ കൊമ്പ് ഊരിയെടുക്കുന്നത്. ചത്തുകിടക്കുന്ന ആനയോട് പോലും ഞങ്ങൾ ആദരവ് കാണിക്കാറുണ്ട്. അതിൻ്റെ ശരീരത്തെ വലിയ രീതിയിലൊന്നും വ്രണപ്പെടുത്താറില്ല. എന്നാൽ അവൻ അങ്ങനെയല്ല. ആനയെ വേട്ടയാടുവാൻ പോകുന്നത് അവൻ ഒറ്റയ്ക്കാണ്. ആനയെ വെടിവെച്ചു കൊല്ലുന്നതും അവൻ ഒറ്റയ്ക്ക് തന്നെയാണ്. അവൻ്റെ വെടിയേറ്റ ആന അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാറില്ല. അതിന് മരണം ഉറപ്പാണ്. അളന്നു കുറിച്ച് ലക്ഷ്യം വയ്ക്കുന്ന വർമ്മങ്ങളിൽ അവൻ അവൻ്റെ തിരകൾ തറച്ചു കയറ്റും. പിടഞ്ഞ് നിലത്ത് വീഴുന്ന ആനയുടെ ജീവൻ പോയി എന്ന് ഉറപ്പ് വരുമ്പോൾ തന്നെ അതിൻ്റെ വായിലേക്ക് വെടിമരുന്നുകൾ നിറച്ച് തീ കത്തിക്കും. ഉഗ്രസ്ഫോടനത്തോടെ അതിൻ്റെ തല പൊട്ടിത്തെറിക്കും. അതിനുശേഷമാണ് അതിൻ്റെ ശരീരത്തു നിന്നും കൊമ്പ് അവൻ ഊരിയെടുക്കുക. പൂർണ്ണമായും തകർന്നു പോകുന്ന ആനയുടെ തലയിൽ നിന്നും ആനക്കൊമ്പ് ഊരിയെടുക്കുവാൻ അവനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡുകൾ മാത്രം മതി. പിന്നെ അവിടെ അവശേഷിക്കുന്ന ആനയുടെ ശരീരം അവിടെ ഉപേക്ഷിച്ച് വനത്തിനുള്ളിലെ അവരുടെ ക്യാമ്പുകളിലേക്ക് മടങ്ങും. ആനയെ ട്രാക്ക് ചെയ്യുവാൻ പോയ ഞങ്ങളുടെ സംഘത്തിലെ 3-4 പേരെ കാണാതായതോടെയാണ് ഞങ്ങൾ അവരെ തിരക്കി ഇറങ്ങിയത്. കൂടുതൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചത് ഞങ്ങളുടെ ട്രാക്കർമാരെ റോബർട്ട്സണിൻ്റെ ആളുകൾ പിടികൂടുകയും ഒരാളെ അയാളുടെ സംഘത്തിൽ ചേർക്കുകയും ചെയ്തു. കൂട്ടാക്കാത്ത 2 പേരെ അയാൾ ഒരു കരുണയും കൂടാതെ കൊന്നുകളഞ്ഞു. അതിനുശേഷം അവർ കൊന്നുകളഞ്ഞ ശരീരം പോലും വീണ്ടെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. വനത്തിൽ വെച്ച് അവരുടെ ശരീരത്തിന് മുകളിൽ പഞ്ചസാരയും വെടിമരുന്നും വിതറി ഇന്ധനം ഉപയോഗിച്ച് കത്തിച്ച് കളയുകയായിരുന്നു ചെയ്തത്. ഞങ്ങളുടെ സംഘത്തിൽ നിന്നും അവരുടെ സംഘത്തിലേക്ക് ചേർന്ന ആൾ പറഞ്ഞത് പ്രകാരമാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഞങ്ങളും ഒട്ടും മോശക്കാരായിരുന്നില്ലല്ലോ. അങ്ങനെ ആനവേട്ട നിർത്തി മനുഷ്യവേട്ട ഞങ്ങൾ അവിടെ തുടർന്നു. അങ്ങനെ പോരാട്ടങ്ങൾ കടുത്തു. ഇരുവശങ്ങളിലും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഞങ്ങളുടെ ക്യാമ്പിലേക്ക് റോബർട്ട്സിൻ്റെ ആൾക്കാർ ഇരച്ചു കയറി വരികയും
റോബർട്ട്സന്റെ നേതൃത്വത്തിൽ ആക്രമണങ്ങൾ നടക്കുകയും ചെയ്തു. തുടരെയായി റൈഫിലുകൾ ശബ്ദിച്ചു. ഞങ്ങളുടെ ക്യാമ്പുകൾ നിന്ന് കത്തി. കാവൽ നിന്നവർ വെടിയേറ്റ് വീണു. നിലവിളികളും വെടിയൊച്ചകളും ആ വനത്തെ പ്രകമ്പനം കൊള്ളിച്ചു. കൂടെയുണ്ടായിരുന്ന എൻ്റെ കൂട്ടാളികളെല്ലാം ചത്തു വീഴുന്നത് ഞാൻ നോക്കി നിന്നു. എൻ്റെ റൈഫിലുകളും മറ്റും ഉപയോഗിച്ച് പ്രതിരോധം തീർക്കുവാൻ ശ്രമിച്ചു. എങ്കിലും വനത്തിൽ മുൻകൂട്ടി ഒളിഞ്ഞിരിക്കുന്ന അവരെ കാണുവാനും നിറയൊഴിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചില്ല. അവസാനം ജീവൻ കയ്യിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ഞാൻ എങ്ങോട്ടെന്നില്ലാതെ ഓടി. പുറകിലവർ ഞങ്ങളെ പിന്തുടർന്നു വരികയും റോബർട്ട്സൺ ദൂരെ നിന്നും എൻ്റെ കാലിലേക്ക് നിറയൊഴിക്കുകയും ചെയ്തു. തിര കാലിലേക്ക് തറച്ചു കയറിയ ഞാൻ വേദനയാൽ നിലവിളിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിനുള്ളിലേക്ക് ഇഴഞ്ഞ് കയറി ഒളിച്ചു. രാത്രിയുടെ മറവിൽ അവർക്കന്ന് എന്നെ അവിടെ നിന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല. പിന്നെ നേരം വെളുക്കുന്നതിന് മുന്നേ അവരുടെ സാന്നിധ്യം അവിടെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവിടെ നിന്നും ഇഴഞ്ഞും ഞൊണ്ടിയുമെല്ലാം ഞാൻ ഈ ഗ്രാമം ലക്ഷ്യമാക്കി ഓടിയെത്തി. വേദന സഹിക്കുവാൻ വയ്യാതെ രക്തം ഒരുപാട് കാലിൽ നിന്നും നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം ഞാൻ ബോധം കെട്ട് ഈ വനത്തിൻ്റെ അരികിൽ വീണത്. പിന്നെ കണ്ണു തുറന്നപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു. തിര തറച്ചു കയറിയ കാലുകളുമായി എഴുന്നേറ്റ് നടക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ കിടന്ന് മരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വന്നു. എൻ്റെ ജീവൻ ഒട്ടും സുരക്ഷിതമല്ല. റോബർട്ട്സണും സംഘവും ഇപ്പോൾ എന്നെ ആ വനമാകെ അരിച്ചു പെറുക്കുകയായിരിക്കാം. ഒരു പക്ഷേ അവർ ഈ ഗ്രാമത്തിലും ജീവനോടെ തന്നെ നിങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ച് എന്നെ കൊന്നേക്കാം. ഒരു കാലത്ത് വനത്തെ വിറകൊള്ളിച്ച തങ്കവേലുവിൻ്റെ അവസാന വാക്കുകളായിരുന്നു അത്. ഭയം അയാളെ വല്ലാതെ പിടികൂടിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആനകൾക്ക് മുന്നിൽ പതറാതിരുന്ന അദ്ദേഹം, ആനകളെ ധീരമായി വേട്ടയാടിയിരുന്ന കാട്ടുകൊള്ളക്കാരൻ, ലെവലേശം ഭയമില്ലാതിരുന്നവൻ ഇന്ന് മറ്റൊരാളെ ഭയപ്പെടുന്നു. അയാളെ വേട്ടയാടുവാൻ വരുമെന്ന് പറയുന്നു. മനുഷ്യനെ ഒട്ടും ദ്രോഹിക്കാത്ത വനത്തിൽ അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ മേഞ്ഞു നടന്നിരുന്ന കൊമ്പന്മാരെ ഭയപ്പെടുത്തി വിരട്ടി പായിച്ച് പുറകിൽ നടന്ന് വെടിവെച്ചു കൊല്ലുമ്പോൾ ഇയാൾ അറിഞ്ഞിരുന്നില്ലായിരിക്കാം ഇയാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന്. ഞങ്ങളുടെ മനസ്സിൽ അപ്പോൾ അത് മാത്രമായിരുന്നു തോന്നിയിരുന്നത്. മാസങ്ങൾ കടന്നുപോയി. അയാളെ തിരക്കി ആരും ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്നില്ല. അയാളും അവരെ തിരക്കി തിരികെ വനത്തിലേക്കും പോയില്ല. അയാൾ ഗ്രാമത്തിൽ തന്നെ ഒതുങ്ങിക്കൂടി. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. വനത്തിലേക്ക് കയറിപ്പോകുന്നവർ, തിരികെ മടങ്ങിയെത്തുന്നവർ, ചുള്ളിക്കമ്പുകളും ഔഷധ സസ്യങ്ങളും കിഴങ്ങുകളും തേനികളും ശേഖരിക്കുവാൻ പോയിട്ട് തിരികെ എത്തുന്നവർ, അവർ പറയാറുണ്ട് വനത്തിൽ നടക്കുന്ന അതിക്രമങ്ങളെപ്പറ്റി. വർഷങ്ങൾ പഴക്കമുള്ള പല മരങ്ങളും വനത്തിൽ കാണാതാകുന്നത് പതിവാണ്. തേൻകൂടുകൾ തേടിപ്പോകുന്നവർ കണ്ടുവെക്കുന്ന മരങ്ങൾ കാണാതാകുന്നതും പതിവാണ്. മരം കൊള്ള നല്ല രീതിയിൽ തന്നെയാണ് ആ സമയങ്ങളിൽ ആ പ്രദേശത്ത് അരങ്ങേറിക്കൊണ്ടിരുന്നത്. അതുപോലെ ആനവേട്ടയും മറ്റു മൃഗങ്ങളെ വേട്ടയാടുന്നതും. തങ്കവേലു പറഞ്ഞത് തന്നെയാണ് വനത്തിലേക്ക് കയറിപ്പോയവർക്ക് പലർക്കും പറയാനുണ്ടായിരുന്നത്. തല തകർന്നു പോയ അവസ്ഥയിൽ പല കാട്ടാനകളെയും കാണാൻ കഴിഞ്ഞുവെന്ന് അവർ പറഞ്ഞു. അതിദാരുണമായ അവസ്ഥയാണ്, കണ്ടു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ ഡാറിഷ് റോബർട്ട്സ് എന്ന പുതിയ വനരാജാവ് കാടിനെ അടയ്ക്കുവാണു. ആ കഥകളിൽ നിന്നെല്ലാം വിട്ടുകൊണ്ട് നമുക്കിനി നമ്മുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്താം. ഒരു വർഷങ്ങൾക്കപ്പുറം മറ്റൊരു സംഭവം ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ടായി. ഒരു മോഴയാനയുടെ ആക്രമണമായിരുന്നു അത്. വനമിറങ്ങി നാടിനെ ആക്രമിക്കുവാനെത്തിയ മോഴയാന ഞങ്ങളുടെ നിരവധി കൃഷികൾ അവൻ തച്ചു തകർത്തു. മനുഷ്യരോടുള്ള പക അടങ്ങാത്ത രീതിയിലായിരുന്നു അവൻ്റെ പ്രതികാരം അത്രയും. കൊമ്പനാനയേക്കാൾ അപകടകാരിയാണ് ഒരു മോഴയാനകൾ. വനത്തിൽ വെച്ച് ഒരു മോഴയാനയുടെ പിടിയിൽപ്പെട്ടാൽ മരണം ഭാഗ്യത്തിനപ്പുറമാണ്. നിർഭാഗ്യവാന്മാർ അവൻ്റെ കാലിൻ്റെ ബലത്തിന് അടിമപ്പെടും, അല്ലാത്തവർ ഓടിയകലും. കൊമ്പന്മാരാണെങ്കിൽ ഏതെങ്കിലും മരത്തിലോ ചില്ലകളിലോ എല്ലാം അവൻ്റെ കൊമ്പുകൾ തട്ടുകയും അവൻ്റെ വേഗത കുറയുകയും ചെയ്യും. എന്നാൽ മോഴകൾക്ക് കൊമ്പൊരു ബാധ്യതയല്ലാത്തതിനാൽ അവ പാഞ്ഞെടുക്കും. അവയ്ക്കൊന്നും തടസ്സമായി നിൽക്കുകയില്ല. തൻ്റെ ആനക്കൂട്ടത്തിലെ അവഗണനയും ഒറ്റപ്പെടുത്തലുകളുമെല്ലാം അവനെ തികച്ചും വ്യത്യസ്തനായി കൂട്ടത്തിൽ നിന്നും മാറി ഒറ്റയായി സഞ്ചരിക്കുവാൻ പ്രേരിപ്പിച്ചതായിരിക്കാം. അവനെ കാണുന്നതത്രയും ഒറ്റയ്ക്കാണ്. പല പ്രാവശ്യവും അവനെ ഗ്രാമത്തിൻ്റെ അതിരിൽ കണ്ടിട്ടുണ്ട്. ആ കാലങ്ങളിലൊന്നും അവൻ ഇത്രയും അക്രമകാരിയായിരുന്നില്ല. എന്നാൽ അടുത്തിടെയാണ് അവൻ മനുഷ്യരുടെ നേരെ ക്രൂരതകൾ പ്രവർത്തിക്കുവാൻ തുടങ്ങിയത്. കൃഷിയിടങ്ങൾ അപ്പാടും നശിപ്പിക്കുവാൻ തുടങ്ങിയത്. വനമിറങ്ങിയെത്തുന്ന വന്യജീവികളെ തുരത്തുവാൻ വേണ്ടി കൃഷിയിടത്തിൽ സ്ഥാപിച്ചിരുന്ന മച്ചാലുകൾ അവൻ തകർത്തെറിഞ്ഞു. ഏറുമാടങ്ങൾ കൂപ്പുകുത്തുന്നത് ദൂരെ നിന്നുകൊണ്ട് ഗ്രാമത്തിലെ ആളുകൾ നോക്കിക്കണ്ടു. അവൻ അവിടെ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഗ്രാമീണരാരും തന്നെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആർക്കും ജീവഹാനി അന്നുണ്ടാകാഞ്ഞത്. എന്നാൽ ആ ഏറുമാടം മണ്ണോട് മണ്ണ് അവൻ ചേർത്തിരുന്നു. ഔദച്ചാച്ചൻ്റെ വാഴത്തോട്ടം അവൻ പൂർണ്ണമായും നശിപ്പിച്ചു.
കൃഷികൾ നശിപ്പിക്കുന്നത് പോട്ടെയെന്ന് വെക്കാം, എന്നാൽ ആളുകളുടെ ജീവൻ കൂടി അവൻ എടുക്കുവാൻ തുടങ്ങിയാലോ? നേരം പുലർന്ന സമയമാണ് അതവിടെ സംഭവിച്ചത്. കൃഷിയിടത്തിലെ കളകളും മറ്റും പറിച്ചുകൊണ്ടിരുന്ന ഒരു വൃദ്ധനെയാണ് ആന പിടികൂടിയത്. വനത്തിന്റെ അരികിലായിരുന്നു അയാളുടെ കൃഷിയിടം സ്ഥിതി ചെയ്തത്. വനവും മലയും വെട്ടിനിരത്തി വർഷങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് അയാൾ കെട്ടിയൊരുക്കിയതായിരുന്നു ആ കൃഷിയിടം. തൻ്റെ കൃഷിയിടത്തിലെ വളർന്നു പന്തലിച്ച കളകൾ പറിക്കുവാൻ വേണ്ടി നേരം പുലർന്നപ്പോൾ അയാൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി. തണുത്ത ആ പ്രഭാതം അധികം വൈകാതെ ചുട്ടുപഴുത്തു. വനമിറങ്ങിയ ആ മോഴയാന ആദ്യം കടന്നെത്തിയത് അയാളുടെ കൃഷിയിടത്തിലേക്കായിരുന്നു. കളകൾ പറിച്ചുകൊണ്ടിരുന്ന ആ വൃദ്ധനെ തൻ്റെ തുമ്പിക്കൈയിൽ തൂക്കി നിലത്തടിച്ചു. അയാളുടെ ഉച്ചത്തിലുള്ള നിലവിളി അവിടെ ആകെ വിറയൽ കൊള്ളിച്ചിരുന്നു. അയാളുടെ സഹായിയും അല്പദൂരെയല്ലാതെ ആ കൃഷിയിടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നിലവിളി കേട്ടാണ് അയാൾ അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ അയാൾ കാണുന്നത് തുമ്പിക്കൈയിൽ ആ വൃദ്ധനെ ചുഴറ്റുന്ന ആനയാണ്. ആദ്യം അയാൾ കരുതിയത് അതൊരു പിടിയാനയാണെന്നാണ്. പിന്നീടാണ് അയാൾക്ക് മോഴയാനയാണെന്നുള്ള കാര്യം മനസ്സിലായത്. ഒറ്റ നോട്ടം മാത്രം അയാൾ നോക്കിയുള്ളൂ ആനയെ. പിന്നീട് ശരവേഗം അയാൾ ആ കൃഷിയിടത്തിൽ നിന്നും എവിടേക്കെന്നില്ലാതെ ഗ്രാമത്തിലേക്ക് ഓടി അകലുകയായിരുന്നു. ആന തൻ്റെ കലിയെല്ലാം ആ കൃഷിയിടത്തിൽ കാഴ്ചവെച്ചു. ആ വൃദ്ധൻ്റെ അധ്വാനം മുഴുവൻ അവൻ നശിപ്പിച്ചു. അവൻ്റെ കലി അടങ്ങിയ ശേഷം അവിടെ നിന്നും തിരികെ വനത്തിലേക്കും മടങ്ങി. ആന പോയി എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഞങ്ങളും അവിടുത്തെ ആളുകളുമെല്ലാം അവിടെ കൂടിയെത്തിയത്. വൃദ്ധൻ്റെ ശരീരം അതിദയനീയ അവസ്ഥയിൽ തകർന്നു കിടക്കുന്ന ആ കൃഷിയിടങ്ങൾക്കിടയിൽ ചിതറിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. രക്തമെങ്ങും ചിതറിത്തെറിച്ചിരിക്കുന്നു. നോക്കി നിൽക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ. എന്താണ് അവിടെ ഉണ്ടായതെന്ന് അയാളുടെ സഹായി വളരെ വിശദമായി തന്നെ ഞങ്ങളോട് പറഞ്ഞു. ഇതിനു മുന്നേയും ഞങ്ങൾ ആ ആനയെ പല പ്രാവശ്യവും ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ വനമേഖലകളിൽ കണ്ടിട്ടുണ്ട്. അന്നൊന്നും മനുഷ്യരെ കാണുമ്പോൾ അവൻ ഇത്രയും അക്രമകാരിയായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയുവാൻ സാധിച്ചില്ല. ഒരുപക്ഷെ കൃഷിയിടത്തിലേക്ക് കയറി വന്ന ആനയെ ആ വൃദ്ധൻ പ്രകോപിച്ചിരിക്കാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രകോപനത്തിൽ കലിയേറിയ ആന അദ്ദേഹത്തെ കൊന്നതാണെന്ന് ഗ്രാമത്തിലുള്ളവർ വിശ്വസിച്ചു. എന്നാൽ അവരുടെ വിശ്വാസത്തിന് വലിയ ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാഴ്ചയ്ക്കപ്പുറം മറ്റൊരു സംഭവം അവിടെ അരങ്ങേറി. എന്നാൽ അതിൽ ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടിരുന്നില്ല. മുന്നേ നമ്മൾ പറഞ്ഞിരുന്നുവല്ലോ, ഗ്രാമത്തിൽ നിന്നുള്ളവർ ചുള്ളിക്കമ്പുകളും മറ്റും ശേഖരിക്കുവാൻ വേണ്ടി വനത്തിനുള്ളിലേക്ക് പോകുമെന്ന്. അങ്ങനെ പോയ ഒരാൾക്ക് നേരെ ആന ചിഹ്നം വിളിച്ചുകൊണ്ട് കൊലവിളി നടത്തി അലറി വന്നു. മുന്നേ പറഞ്ഞതുപോലെ ഭാഗ്യവും നിർഭാഗ്യവും കൊണ്ട് ഒരാളുടെ ജീവിതം ഏറെ മാറാം. എന്നാൽ ഇവിടെ ഭാഗ്യം കൊണ്ട് അയാളുടെ ജീവിതം മാറി. തലനാടിര കൊണ്ട് അയാൾ ആനയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ കഥ പറയുവാൻ അയാൾ അവിടെ അവശേഷിച്ചത്. എന്നത്തെയും പോലെ വനത്തിനുള്ളിലേക്ക് ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുക്കുവാൻ പോയതായിരുന്നു അയാൾ. ഗ്രാമത്തിൽ നിന്നും ഏകദേശം കൃത്യമായി പറഞ്ഞാൽ 2 കിലോമീറ്റർ അയാൾ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് കാണണം. അങ്ങനെ സഞ്ചരിച്ച് പോകും വഴിയെല്ലാം മരത്തിൽ നിന്നും ഒടിഞ്ഞു വീണതും കൊഴിഞ്ഞു വീണതുമായ ഉണങ്ങിയ വൃക്ഷത്തിൻ്റെ ക്ഷീരങ്ങൾ അയാൾ ശേഖരിച്ചു. ചിലത് അദ്ദേഹം മരത്തിൽ കയറി ഒടിച്ചെടുത്തു. അങ്ങനെ അയാൾ ശേഖരിച്ച ചുള്ളിക്കമ്പുകളുമെല്ലാം ഒരുമിച്ച് കൂട്ടിക്കെട്ടി തലയിൽ ചുമന്നുകൊണ്ട് ഗ്രാമം ലക്ഷ്യമാക്കി മടങ്ങി വരുന്ന വഴിയാണ് തൻ്റെ പിന്നിൽ തന്നെ പിന്തുടർന്നുകൊണ്ട് ഏതോ ഒരു ജീവി വരുന്ന ശബ്ദം അയാൾ കേട്ടത്. ആനയുടെ ചൂര് അപ്പോൾ അയാൾക്ക് ലഭിച്ചിരുന്നില്ല. കാലടി ശബ്ദത്തിൻ്റെ ഘനവും ഉണങ്ങിയ ഇലകളും മറ്റും ചതഞ്ഞരയുമ്പോഴുണ്ടാകുന്ന ശബ്ദവും അയാൾ നല്ല പോലെ കേട്ടു. അതുകൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത്. അയാൾ പറഞ്ഞു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഭാഗ്യത്തിന് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ കണ്ടു ഒരു കാട്ടാന എന്നെ പിന്തുടർന്നുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നത്. എൻ്റെ തലയിൽ ചുമന്നുകൊണ്ടുവന്ന ആ ചുള്ളിക്കമ്പുകൾ ഞാൻ നിലത്തേക്കിട്ടു. അവൻ്റെ മുന്നിൽ നിന്നും ഓടിയകലുവാനുള്ള തയ്യാറെടുപ്പാണെന്ന് ആനയ്ക്ക് മനസ്സിലാക്കി കാണണം. അവൻ്റെ തുമ്പിക്കൈ ഉയർത്തി തലകുലക്കി ഉറക്കെ ചിഹ്നം വിളിച്ചു. അങ്ങനെ ചിഹ്നം വിളിച്ചുകൊണ്ട് അവൻ എൻ്റെ നേരെ ഓടിയെടുത്തു. ഒരു നിമിഷത്തേക്ക് ഞാനൊന്ന് പതറിപ്പോയെങ്കിലും വീട്ടുകാരുടെ ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് കയറി വന്നതുകൊണ്ടായിരിക്കാം അവൻ്റെ മുന്നിൽ നിന്നും ഞാൻ പാഞ്ഞു കുതറി ഓടിയത്. അവൻ്റെ മുന്നിലൂടെ ഏറെ ദൂരം ഓടിയതിന് ശേഷം ഒരു താഴ്ചയിലേക്ക് ഞാൻ എടുത്തു ചാടുകയും വീണ്ടും വളരെ വേഗം ഓടുകയും ചെയ്തു. ഞാൻ കേട്ടിട്ടുണ്ട് താഴ്ചയിലൂടെ ആനകൾ ഇറങ്ങുന്നത് വളരെ പതുക്കെയാണെന്ന്. എന്നാൽ കേട്ടത്തിൽ നേരെ തിരിച്ചുമാണെന്ന്. ഭാഗ്യം എൻ്റെ കൂടെ തന്നെയായിരുന്നു. ആന ആ ഇറക്കമിറങ്ങി എൻ്റെ കൂടെ വന്നില്ല. അവൻ അവിടെ തന്നെ നിന്നു. അവനിൽ നിന്നും അകന്നു പോകുന്ന എന്നെ നോക്കി വീണ്ടും അവൻ ഉച്ചത്തിൽ ചിഹ്നം വിളിച്ചു. അതെ, നമ്മുടെ ഗ്രാമത്തിൽ ആഴ്ചകൾക്ക് മുന്നേ പ്രത്യക്ഷപ്പെട്ട അവൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അതും ഒരു മോഴയാന തന്നെയാണ്. ഇത് പറയുമ്പോൾ അവൻ്റെ ശരീരം ആകെ തണുത്ത് വിറയൽ കൊള്ളുന്നുണ്ടായിരുന്നു. ഭയം അവൻ്റെ കണ്ണുകളിൽ നൃത്തം ചെയ്യുന്നതും കാണുവാൻ സാധിച്ചു. അവൻ പറഞ്ഞ കഥകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം ഭയപ്പെടുത്തുവാൻ ഉതകുന്ന ഒന്നായിരുന്നു.
പിന്നെ ചിന്തിപ്പിക്കുവാനും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഒരു സ്വരത്തിൽ പറഞ്ഞു, അവനൊരു കൊലയാനയാണെന്നും ഇനിയും അവൻ ഈ ഗ്രാമത്തിലേക്ക് വരുമെന്നും പലരുടെയും ജീവൻ എടുക്കുമെന്നും. പിറ്റേന്ന് തന്നെ അവിടുത്തെ ആളുകൾ പറഞ്ഞത് അച്ചിട്ടായതുപോലെ ഒരു സംഭവം കൂടി അവിടെ നടന്നു. ഷോണും ചാക്കോയും 2 സഹോദരങ്ങളായിരുന്നു. ഏറിയാൽ 10-12 വയസ്സ് പ്രായം കാണും ഇരുവർക്കും. ഗ്രാമത്തിലൂടെ അവരെ എപ്പോൾ കണ്ടാലും അവർ ഒരുമിച്ച് തോളിൽ കൈയിട്ടാണ് നടക്കുന്നത്. അരുമയായ 2 കുട്ടികൾ. അന്ന് കാലത്തെ അവരുടെ വീട്ടിൽ നിന്നും പാല് മേടിക്കുവാൻ വേണ്ടി പോയതായിരുന്നു അവർ ഇരുവരും. അപ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല വലിയൊരു ദുരന്തം അവരെ നേരിടാൻ പോകുകയാണെന്ന്. ചിരിച്ചും കളിച്ചും കഥകൾ പറഞ്ഞും സന്തോഷിച്ചും അവർ ഗ്രാമത്തിൻ്റെ തെരുവുകളിലൂടെ നടന്നു. പാല് മേടിക്കുവാൻ പോകുന്ന ആ വീട് ലക്ഷ്യമാക്കി. അങ്ങനെ അവർ ആ വീട്ടിലെത്തി. അവരുടെ കയ്യിൽ സൂക്ഷിച്ച ചോറ്റുപാത്രത്തിൽ പാല് അളന്നു വാങ്ങിച്ചു. അവരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവിടെ നിന്നും അയാൾ കൊടുത്ത ഒരു പേരയ്ക്ക അവർ സൂക്ഷിച്ച് കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്നു. വീട്ടിൽ ചെന്നതിന് ശേഷം വീതം വെച്ചെടുക്കാം എന്ന നിബന്ധനയിൽ. അങ്ങനെ അവർ തിരികെ ഗ്രാമത്തിൻ്റെ വിജനമായ പാതയിലൂടെ നടന്നെടുത്തു. ആ പാത കടന്നു പോകുന്നത് വന അതിർത്തിയോട് ചേർന്ന് തന്നെയാണ്. അവരുടെ വീട് എത്തുവാൻ ഏകദേശം കുറച്ച് കാലടികൾ മാത്രം അകലെ ആ കാട്ടാന അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തു ചെയ്യണമെന്നറിയാതെ ആ 2 കുട്ടികളും അതിനു മുന്നിൽ പതറി നിന്നു. തൻ്റെ സഹോദരനായ ഷോണിനെ ആന തൻ്റെ തുമ്പിക്കയിൽ തൂക്കി നിലത്തേക്ക് ആഞ്ഞടിച്ചു. അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്ന തുമ്മി കൊടുത്തിരുന്ന ആ പഴുത്ത പേരയ്ക്ക ദൂരേക്ക് രക്തത്തിൽ പുരണ്ട് തെറിച്ചുപോയി. ഈ നടുങ്ങുന്ന കാഴ്ച ചാക്കോ കണ്ടു നിന്നു. പിന്നെ നിലവിളിച്ചുകൊണ്ട് അവൻ അടുത്തുണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് ഓടിക്കയറി. അവൻ്റെ പിന്നാലെയും ആന വന്നിരുന്നു. എന്നാൽ അധിക ദൂരം ആ കുട്ടിയുടെ പുറകെ ഓടുവാൻ അവന് സാധിച്ചില്ല. പിന്നെ അവിടെ നിന്നും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ വനത്തിലേക്ക് കയറി മറഞ്ഞു. ഈ ഒരു സംഭവം ഗ്രാമത്തെ ആകെ വിഷമത്തിലേക്ക് ആഴ്ത്തി. അവനെ ഒരു കൊലയാനയായി ചിത്രീകരിച്ചു. ഗ്രാമത്തിൻ്റെയും വനത്തിൻ്റെയും അധികാരികളെ ഇവിടെ നടന്ന ദുരന്തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ആനയെ കൊല്ലുവാനുള്ള ഉത്തരവ് നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ അവനെ കൊല്ലുവാൻ പോകുന്ന വേട്ടക്കാർ ഇവിടേക്ക് എത്തുവാൻ ഇനിയും കാത്തിരിക്കണം അത്രേ. ഏകദേശം 2-3 ആഴ്ചകൾക്കപ്പുറം മാത്രമാണ് ഇവിടേക്ക് അവർ വരികയുള്ളൂ എന്ന് അവർ അറിയിച്ചു. അതുവരെയും ഈ കൊലയാന, ഈ മോഴയാന ഗ്രാമത്തിൽ എത്ര പേരുടെ ജീവൻ എടുക്കുമെന്ന് ആർക്കും അറിയുവാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയമാണ് ഞാൻ തങ്കവേലുവിനെ കാണുവാൻ പോകുന്നത്. അദ്ദേഹത്തോട് ഇവിടെ നടന്ന സംഭവങ്ങൾ 1 വർഷങ്ങൾക്ക് മുന്നേ വനത്തിൽ നടന്ന ആ സംഭവം അദ്ദേഹത്തിന് ഒരു മുടന്ത് കൊടുത്തിരുന്നു. അതുകൊണ്ട് മുടന്തിയാണ് അയാൾ നടക്കുന്നത്. ഈ കാലുകൊണ്ട് എങ്ങനെയാ നിങ്ങളെ ഞാൻ സഹായിക്കുന്നത്? എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. വനത്തിലേക്ക് പോയിട്ട് എന്തിനേറെ പറയണം, തോക്കൊന്ന് കൈകൊണ്ട് തൊട്ടിട്ട് 1 വർഷത്തിന് മേലെയാകുന്നു. ഔതച്ചാച്ചനും ചാച്ചനും ഞാനും നിർബന്ധിച്ചതുകൊണ്ട് ഞങ്ങളെ സഹായിക്കാമെന്ന് തങ്കവേലു പറഞ്ഞു. ഔത തൻ്റെ റൈഫിൾ തങ്കവേലുവിന് നൽകി. തങ്കവേലു പറഞ്ഞത് പ്രകാരം ആനയെ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി 2 പേരെ നിയോഗിച്ചു. അവർ ആനയുടെ പോക്കുവരവുകളെല്ലാം ട്രാക്ക് ചെയ്തു. ആന പോകുവാനിടയുള്ള ലൊക്കേഷനുകളെല്ലാം അവർ ട്രാക്ക് ചെയ്ത് വ്യക്തമായി നിരീക്ഷിച്ചു. അവനുള്ള സ്ഥലവും പോകുന്ന സ്ഥലവുമെല്ലാം തങ്കവേലുവിനോട് പറഞ്ഞു. തങ്കവേലു അതിനനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കി. നേരം പുലരുന്ന സമയത്താണ് അവനെ കൂടുതലായും ഗ്രാമത്തിന് സമീപ പ്രദേശങ്ങളിൽ കാണുന്നതെന്നും ഉച്ചയാകുന്നതുകൂടി അവൻ വനത്തിനുള്ളിലേക്ക് പോകുമെന്നും അവർ പറഞ്ഞു. അവൻ സ്ഥിരമായി വരുന്ന സ്ഥലങ്ങളും സഞ്ചരിക്കുന്ന പാതയുമെല്ലാം വളരെ വ്യക്തമായി തന്നെ തങ്കവേലു മനസ്സിലാക്കി. അതിനുശേഷം വനത്തിലേക്ക് പോകുവാൻ തയ്യാറെടുത്തു. 2 ദിവസങ്ങൾക്കപ്പുറം വനം കയറുവാൻ തങ്കവേലു തീരുമാനിച്ചു. അയാൾക്കൊപ്പം ഞാനും കൂടെ പോകുവാൻ തീരുമാനിച്ചു. എൻ്റെ തീരുമാനം ഞാൻ ചാച്ചനോടും ഔദയോടും പറഞ്ഞിരുന്നു. അവർ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ പൂർണ്ണമായും എന്നെ എതിർത്തു. എങ്കിലും എൻ്റെ നിർബന്ധത്തിൽ അവസാനം അവർ വഴങ്ങി. ചാച്ചൻ്റെ റൈഫിലും എടുത്തുകൊണ്ട് തങ്കവേലിനോടൊപ്പം ഞാനും വനം കയറി. പിറ്റേന്ന് കാലത്തെ തന്നെ ആന വരാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു. അന്ന് ആ മോഴയാനയെ കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഉച്ചവരെയും ഗ്രാമത്തിന് സമീപത്തുള്ള വനപ്രദേശങ്ങളിലെല്ലാം അലഞ്ഞു നടന്ന് ഞങ്ങൾ ഗ്രാമത്തിലേക്കെത്തി. ഞങ്ങളെ തിരക്കി. ഞങ്ങൾ വരുന്നതും നോക്കി ആ ഗ്രാമം തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ഷീണം അകറ്റുവാൻ വേണ്ടി ഇളനീര് പാനീയങ്ങളും മറ്റും നൽകി അവർ ഞങ്ങളെ സ്വീകരിച്ചു. എന്തായി കാര്യങ്ങളെന്ന് അന്വേഷിച്ചു. അവനെ കാണുവാൻ സാധിച്ചില്ല എന്നും ഇന്നവൻ വന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല എന്നും ഞങ്ങൾ അവരോട് പറഞ്ഞു. പിറ്റേന്നും ഇതുതന്നെ ആവർത്തിച്ചു. നേരം പുലർന്നപ്പോൾ ഞങ്ങൾ ഇരുവരും വനപാതയിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ചു. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 3 മൈലുകളോളം ഗ്രാമത്തെ ചുറ്റും വലം വയ്ക്കുകയായിരുന്നു ഞങ്ങൾ ചെയ്തത്. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ അങ്ങ് ദൂരെ
ആനയുടെ ഒരു ചിഹ്നം വിളി കേട്ടു. ഏറെ വൈകാതെ ആ ചിഹ്നം വിളിക്ക് അന്ത്യം കൊടുത്തുകൊണ്ട് ഒരു വെടിമുഴക്കവും. തങ്കവേലു എന്നെ തടഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്ന ആന അതായിരിക്കില്ല. കാരണം ഇത് കാട്ടുകള്ളന്മാർ, ആനവേട്ടക്കാർ വെടിവെച്ചതിൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. ഉറപ്പായും അതൊരു കൊമ്പനായിരിക്കാം. പറഞ്ഞ് തീർക്കുന്നതിന് മുന്നേ തന്നെ വലിയൊരു സ്ഫോടന ശബ്ദം ഞങ്ങൾ കേട്ടു. കാട് വിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു സ്ഫോടന ശബ്ദം. അയാൾ എടുത്തു പറഞ്ഞു, അതെ, ഇതവരാണ് ടാർവിഷ് റോബോട്ട്സിൻ്റെ ആളുകൾ. ആനയെ പിടികൂടി ആനയുടെ കൊമ്പ് ഊരിയെടുക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആ ഭാഗത്തേക്ക് പോയിട്ട് കാര്യമില്ല. ഞങ്ങൾ അവിടെ നിന്നും കിഴക്കോട്ട് തിരിഞ്ഞ് വീണ്ടും കുറച്ച് മൈലുകൾ സഞ്ചരിച്ചു. ഞാൻ തങ്കവേലുവിനോട് പറഞ്ഞു, എനിക്ക് ഇവിടെമെല്ലാം ചുറ്റി നടന്നിട്ടാകാം ദിശ തെറ്റുന്നത്. അയാൾ എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് എന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞു. വനത്തിലൂടെ നടക്കുമ്പോൾ വനത്തിന് 2 ദിശ മാത്രമേ ഉള്ളൂ. ഒന്ന് സൂര്യൻ ഉദിക്കുന്ന ദിശ, മറ്റേത് സൂര്യൻ അസ്തമിക്കുന്ന ദിശ. അത് പറയുമ്പോൾ അയാളുടെ കണ്ണിൽ പക കാണുവാൻ സാധിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും ശൗര്യവും ദേഷ്യവുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹത്തെ ഈ ഗതിയിലാക്കിയ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ഈ വനത്തിൽ തന്നെ ഇപ്പോഴുമുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായാവസ്ഥയിലേക്ക് ഇയാൾ മാറിയിരുന്നു. ഭയപ്പെട്ട് പിന്മാറി ദിശ മാറി സഞ്ചരിച്ചതിൻ്റെ തികട്ടി വരലായിരിക്കാം അയാൾ പറഞ്ഞത്. മുടന്തുള്ള കാലുകൾ കൊണ്ട് വീണ്ടും കുറച്ച് ദൂരം കൂടി സഞ്ചരിച്ചു. അതിനുശേഷം അവിടെ നിന്നും മടങ്ങി വീണ്ടും 2ാമത്തെ ദിവസവും ഞങ്ങൾ ഗ്രാമത്തിലേക്കെത്തി. ഞങ്ങൾ ഗ്രാമത്തിലേക്ക് മടങ്ങി എത്തുന്നതും കാത്ത് 2 ട്രാക്കർമാർ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ പോയി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ആനയെ മറ്റൊരു ദിശയിൽ കണ്ടെത്തിയെന്ന് പറയുവാൻ വേണ്ടിയായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അതെ, അപ്പോൾ ഈ ആന ഈ പ്രദേശം വിട്ട് എങ്ങും പോയിട്ടില്ല. ഒരു പക്ഷേ അവനെ തിരക്കി ആനവേട്ടക്കാർ ഇറങ്ങിയിരിക്കുന്നു എന്ന വാർത്ത അവൻ മണത്തറിഞ്ഞിരിക്കണം. ഒന്ന് തിരിച്ചുകൊണ്ട് തങ്കവേലു പറഞ്ഞു. അങ്ങനെ 2ാമത്തെ ദിവസവും കടന്നുപോയി. അവസാനത്തെ ദിവസം ഒന്നിൽ പഴച്ചാൽ 3 3ാമത്തെ ദിവസവും യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഞങ്ങൾ ഇരുവരും വനം കയറി. ഗ്രാമത്തിൽ നിന്നും അല്പദൂരം മാറിയപ്പോൾ തന്നെ ആനയുടെ കാലടയാളങ്ങൾ, അതായത് പുതുതായി വീണ ആനയുടെ കാലടയാളങ്ങൾ തങ്കവേലു കണ്ടു. അയാൾ എന്നെ തടുത്തു. അയാളൊന്ന് കുത്തിയിരുന്ന ശേഷം ആനയുടെ ട്രാക്ക് വളരെ വിശദമായി തന്നെ പരിശോധിച്ചു. അപ്പോൾ അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതിനുശേഷം അയാൾ പറഞ്ഞു, നമ്മൾ തേടി നടക്കുന്ന ആ മോഴയാനയുടെ കാൽപ്പാട് ഇത് തന്നെയാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായി ഇത് പറയുവാൻ സാധിക്കും? ഗ്രാമത്തിൻ്റെ അതിർവരമ്പുകളിൽ കണ്ടെത്തിയ കാൽപ്പാടുകൾക്ക് തുല്യമായ വലിപ്പവും ആഴവുമാണ് ഇതിനുമുള്ളത്. അതെ, ഇവൻ തന്നെയായിരിക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ മോഴയാന. ഞങ്ങൾ ഇരുവരും ചേർന്ന് ആ ട്രാക്കിനെ പിന്തുടർന്നുകൊണ്ട് കുറേ മൈലുകളോളം സഞ്ചരിച്ചു. ഏറെ ദൂരമല്ലാതെ ആനയുടെ പിണ്ടം ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അദ്ദേഹം അവിടെ കിടന്ന ഒരു ചുള്ളിക്കമ്പെടുത്ത് അത് നിളക്കുകയും കുത്തുകയും ചെയ്തു. അതിനുശേഷം അയാൾ പറഞ്ഞു, ഇത് ഫ്രഷാണ്, ചൂട് ആറിയിട്ടില്ല. അവനിപ്പോൾ നമ്മളിൽ നിന്നും ഒരുപാട് അകലെയല്ലാതെ വനത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാൾ നിലത്തു നിന്നും കുറച്ച് മണ്ണ് വാരിയെടുക്കുകയും മുകളിൽ നിന്നും താഴേക്കിടുകയും ചെയ്തു. കാട്ടിൻ്റെ ഗതി നമുക്ക് അനുകൂലമാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട ദിശയും ഇത് തന്നെയാണ്. വീണ്ടും ആനയുടെ ട്രാക്കുകൾ പിന്തുടർന്ന് അയാൾ മുന്നിലേക്ക് നടന്നു. ആനയിൽ നിന്നും കാറ്റിപ്പോൾ നമ്മൾക്ക് നേരെയാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാന്നിധ്യം ഒരിക്കലും ആനയ്ക്ക് അറിയുവാൻ സാധിക്കുകയില്ല. അയാൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ മനസ്സിൽ കുറിക്കുന്നുണ്ടായിരുന്നു. അയാൾ ചെയ്യുന്ന പ്രവൃത്തിയും അടയാളപ്പെടുത്തുന്ന രീതികളുമെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. ആനയുടെ കാൽപ്പാടുകൾ, ആനയുടെ വിസർജ്യം, മരത്തിലും മറ്റും മുരച്ചിരിക്കുന്ന പാടുകൾ, ഇവയിൽ നിന്ന് ആനയുടെ ദിശയും ദൂരവും അളക്കാൻ കഴിയുന്ന അസാമാന്യമായ കഴിവ് അയാൾക്കുണ്ട് എന്ന് ഞാൻ ഒരു നിമിഷം കൊണ്ട് മനസ്സിലാക്കി. ഏറെ സമയം വൈകാതെ വനത്തിൽ നിന്നും ആനയുടെ ഒരു ചിഹ്നം വിളി ഉയർന്നു കേട്ടു. കൃത്യമായി പറഞ്ഞാൽ 1/2 മൈൽ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആ ചിഹ്നം വിളിയിൽ നിന്നും അയാൾ മനസ്സിലാക്കി. ഇനിയും ഏറെ കരുതലോടെ വേണം മുന്നിലേക്ക് നടക്കുവാൻ. അവനൊരു കൊലയാന ആനയാണ്. അവനെ തീർച്ചയായും അറിയാം അവനെ വേട്ടയാടുവാൻ വേണ്ടി ഒരു സംഘം ആളുകൾ അവന് പിന്നാലെ എപ്പോഴും വരുമെന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആനകൾ മുൻകരുതലുകൾ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. ഇനിയും ഓരോ നിമിഷവും കാട്ടിൻ്റെ ദിശ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അയാൾ വീണ്ടും വീണ്ടും കാട്ടിൻ്റെ ദിശ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നിലേക്ക് നടന്നു. ഏറെ വൈകാതെ ആ മോഴയാനയെ ഞങ്ങൾ കണ്ടെത്തി. ഞങ്ങളിൽ നിന്നും വളരെ ദൂരെ അല്ലാതെ അവൻ വനത്തിലൂടെ മുന്നിലേക്ക് നടന്ന് നീങ്ങുകയാണ്. അവന് പുറകെ ഞങ്ങൾ വെച്ചു പിടിച്ചു. തങ്കവേലു പറഞ്ഞു, ഒരുപാട് ദൂരം ഇവൻ്റെ പിന്നിലെ നടക്കുവാൻ എനിക്ക് കഴിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ആനയുടെ ശ്രദ്ധ
നമുക്ക് നേരെ തിരിക്കാം. നീ ഒരു കാര്യം ചെയ്യും, അവിടെ കിടക്കുന്ന ഒരു കമ്പെടുത്ത് ആ വിറകെടുത്ത് അവിടെ നേരെ വലിച്ചെറി. അതവൻ്റെ ശരീരത്തിൽ കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും ശബ്ദം കേട്ട് ഉറപ്പായും അവൻ തിരിഞ്ഞു നോക്കും. അയാൾ പറഞ്ഞത് പ്രകാരം എൻ്റെ മുന്നിൽ അങ്ങ് ദൂരെയായി കടന്നിരുന്ന ഉണങ്ങിയ വൃക്ഷത്തിൻ്റെ ശിഖരം ഞാൻ ചവിട്ടി ഒടിക്കുകയും അതിൽ നിന്ന് ഭാരമേറിയ ആ തടിക്കഷ്ണം എടുത്ത് ഞാൻ വലിച്ചെറിയുകയും ചെയ്തു. തൊട്ടില്ല എന്ന മട്ടിൽ അത് വന്ന് വീണത് ആനയുടെ കാലിൻ്റെ സമീപത്തായിരുന്നു. പെട്ടെന്ന് ആനയൊന്ന് നിന്നു. വനമാകെ നിശ്ചലമായതുപോലെ എനിക്ക് തോന്നി. കാറ്റ് വീശുന്നില്ല, ഇലകളുടെ ശബ്ദം കേൾക്കുന്നില്ല. പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലായ പോലെ ആന തൻ്റെ ചെവി ആട്ടിക്കൊണ്ടിരുന്നു. പിന്നെ വളരെ വേഗം ഞങ്ങൾക്ക് നേരെ അവൻ തിരിഞ്ഞു. എൻ്റെ കാല് തൊട്ട് ഉച്ചി വരെ ഒരു നിമിഷത്തേക്ക് പെരുത്തുപോയി. എന്നാൽ തങ്കവേലുവിന് ചലനമുണ്ടായിരുന്നില്ല. അദ്ദേഹം റൈഫിലിൻ്റെ സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്യുകയും മുട്ടിൽ കുത്തി നിൽക്കുകയും തോളിലേക്ക് തോക്കെടുത്ത് വയ്ക്കുകയും ചെയ്തു. ആന അയാൾക്ക് നേരെ ചിഹ്നം വിളിച്ചുകൊണ്ട് അലറിയടക്കുന്നു. പാഞ്ഞു വരുന്നു. നമ്മൾ 10 അടി വയ്ക്കുന്നത് അവൻ്റെ ഒരടിയിൽ കഴിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നി. അത്രയും വേഗത്തിലാണ് അവൻ ചാർജ് ചെയ്തു വരുന്നത്. അവൻ്റെ ഓരോ അടിയിലും കാട് പ്രകമ്പനം കൊള്ളുന്നത് പോലെ എനിക്ക് തോന്നി. ഇനിയും ഏത് നിമിഷവും എന്തും സംഭവിക്കാം. എൻ്റെ ആദ്യ ആനവേട്ടയുടെ പാഠങ്ങൾ പഠിച്ചത് ഇദ്ദേഹത്തിൽ നിന്നുമാണ്. ശ്വാസം എടുക്കുവാൻ പോലും ഞാൻ മറന്നുപോയി. കണ്ണ് ചിമ്മുവാൻ പോലും കഴിയാത്ത അവസ്ഥ. നിമിഷങ്ങൾ മാത്രം വ്യത്യാസത്തിൽ തങ്കവേലുവിൻ്റെ റൈഫിളിൽ നിന്നും ആ വെടിവെച്ച് ഞാൻ കേട്ടു. കാട് ഒന്ന് ഞെട്ടി വിറച്ചു. കുടിലിൻ്റെ അറ്റത്തു നിന്നും തീപ്പൊരികൾ പാറി. ആന ഉച്ചത്തിൽ നിലവിളിച്ചു. മുൻകാലുകൾ കുത്തി അവൻ നിലത്തേക്ക് പതിച്ചു. കൃത്യമായി അളന്നു കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഷോട്ട്. 3 വർഷങ്ങൾക്ക് മുന്നേ വനത്തിൽ വെച്ച് കേട്ട ആ കാര്യങ്ങൾ വീണ്ടും എൻ്റെ ചെവിയിൽ ആരോ ഒന്ന് പറയുന്നത് പോലെ തോന്നി. അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ പറഞ്ഞത് തങ്കവേലുവിൻ്റെ കയ്യിൽ നിന്നും ആനയ്ക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. കൃത്യമായ ഷോട്ട്. അവനത് തലച്ചോറിലേക്ക് പായിക്കും. ആനയുടെ അനക്കം പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹം തോക്കിൻ്റെ പിടി താഴെ കുത്തി എഴുന്നേറ്റു. ആനയുടെ അരികിലേക്ക് ഞൊണ്ടി അടുത്തു. അതിനെ ഒന്ന് നോക്കി. 1 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഒരാനയെ വേട്ടയാടുവാൻ വേണ്ടി. മനുഷ്യനെ കാലുകുരിക്കടിച്ച നിന്നെ വേട്ടയാടിയതിൽ ഞാനിപ്പോൾ സന്തോഷം കൊള്ളുന്നു. പണ്ട് കൊമ്പിൻ്റെ വലിപ്പം കാണുമ്പോഴായിരുന്നു ആഹ്ലാദം കടന്നു വരുന്നത്. എന്നാൽ ഇപ്പോൾ അറിയാതെ തന്നെ സന്തോഷം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അയാൾ എന്നോട് പറഞ്ഞു. ഞങ്ങൾ ഇരുവരും ആനയെ ഒന്ന് പരിശോധിച്ചു. ആനയുടെ പിൻകാലിൽ മുകളിലായി ഒരു വശത്തായി ഒരു തിര തറച്ചു കീറിയതിൻ്റെ പാട് കാണുവാൻ സാധിച്ചു. അതിപ്പോൾ ഒരു വ്രണമായി മാറിയിരിക്കുന്നു. ഒരു പക്ഷേ വനത്തിലെ വേട്ടക്കാർ സമ്മാനിച്ചതായിരിക്കാം ഈ മുറിവ് അവനെ. നടക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ വേദനയിലായിരിക്കാം അവൻ ക്രുദ്ധനായി തീർന്നത്, അയാൾ പറഞ്ഞു. ഏതെങ്കിലും ആനക്കൂട്ടത്തിനിടയിൽ നടന്നുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ആനക്കൂട്ടത്തെ ഭയപ്പെടുത്തുവാൻ വേണ്ടി ഒരു പക്ഷേ അവർ ഇവനെ നിറയൊഴിച്ചതായിരിക്കാം. മരണപ്പെടാത്ത വേദന സമ്മാനിക്കുന്ന ഏതോ ഒരു വേട്ടക്കാരൻ്റെ തൂക്കിൽ നിന്ന് മുതിർത്ത തിര. അതാണ് നിങ്ങളുടെ ഗ്രാമത്തിൽ ഇപ്പോൾ നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്, അയാൾ പറഞ്ഞു. എന്നത്തെയും പോലെ ആയിരുന്നില്ല. ഇന്ന് സമയം ഏറെ വൈകിയിരുന്നു. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായപ്പോഴേക്കുമാണ് ഞങ്ങൾ ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്. ഗ്രാമത്തിലെത്തിച്ചേർന്നപ്പോൾ ആളുകൾ ഞങ്ങൾക്കരികിലേക്ക് ഓടിയെടുത്തു. പലരും വിഷമിച്ചിരുന്നു. ചാച്ചനും ഔദയും എൻ്റെ അരികിലേക്ക് ഓടിയെത്തി. എന്താണ് നിങ്ങൾ ഇത്രയും താമസിച്ചതെന്ന് അയാൾ ചോദിച്ചു. അവിടെ ഉണ്ടായ കാര്യങ്ങൾ ഞങ്ങൾ അവരോട് പറഞ്ഞു. ആനയെ കൊന്നു എന്നും ഇനിയും സമാധാനത്തോടെ ഗ്രാമത്തിൽ ജീവിക്കാമെന്നും പറഞ്ഞു. അതോടെ അവരുടെ മനസ്സിൽ സന്തോഷം ഒന്നുകൂടി പൂവണിഞ്ഞു. തങ്കവേലു തൻ്റെ റൈഫിൾ ഔദ ചാച്ചൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. പിന്നെ തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി. എൻ്റെ ആദ്യത്തെ ആനവേട്ടയുടെ പാഠങ്ങൾ അവിടെ നിന്നുമായിരുന്നു തുടങ്ങിയത്. തങ്കവേലുവിൻ്റെ കയ്യിൽ നിന്നുമാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തത്. മനുഷ്യന് വിനാശകാരിയായി തീരുന്ന ആനകളെ മാത്രമേ ഞാൻ ഇതുവരെയും നിറയൊഴിച്ചിട്ടുള്ളൂ. അതിൻ്റെ പാഠങ്ങൾ അത്രയും പറഞ്ഞു തന്നത് തങ്കവേലുവായിരുന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും ഒന്ന് അറിയിക്കുക. ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.